പ്രൈസിലാണ് ഒരു പ്രാവശ്യം കൂടി യുവായുടെ എല്ലാ മെമ്പേഴ്സിനെയും എല്ലാ കൂട്ടുകാരെയും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ല ബ്ലസ്സഡായിട്ടുള്ള ഒരു സെഷനാണ് നമുക്ക് ഇന്ന് ലഭിക്കുവാൻ പോകുന്നത്. നമ്മുടെ നടുവിലെ പ്രിയപ്പെട്ട പീറ്റർ ജേക്കബ് വളരെ വ്യത്യസ്തമാകുന്നൊരു ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസനാണ് കടന്നു വന്നിട്ടുണ്ട്. വളരെ വ്യത്യസ്തമാകുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ യുവായിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അറിയാം, കഴിഞ്ഞ വീക്കിൽ നമുക്ക് വന്ന ദൈവദാസനും വളരെ ഒരു ഡിഫറൻറ്റ് മിനിസ്ട്രി ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു ടൈറ്റസ് തോമസ്. എനിക്ക് തോന്നി അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് വരാൻ പോകുന്നവരൊക്കെ വളരെ വ്യത്യസ്തമാകുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരാണ്. അതൊരു വലിയ അനുഗ്രഹമാണ്. യുവായ്ക്കതൊരു മുതൽക്കൂട്ടാണ്. എല്ലാവരും ഒരേ മിനിസ്ട്രി അല്ല ചെയ്യുന്നത്, ഓരോരുത്തരുടെയും കോള് വ്യത്യസ്തമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എക്സ് എയർഫോഴ്സുകാരനാണ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നിപ്പോൾ ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നു ഇല്ലയോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു കാര്യം കൂടെ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം റാന്നിയിൽ നിന്നാണ് നമുക്ക് ഗസ്റ്റ് വന്നത്. ഇന്നും റാന്നിക്കാരനാണ്. ഞാനും റാന്നിക്കാരനായതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ ഒരു വലിയ ബ്ലെസ്സിങ് ആകാൻ പോവുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ ഞാൻ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസന് വേണ്ടി കൊടുക്കുകയാണ്. ഓർ ടു കർത്താവിൻ്റെ ദാസൻ പീറ്റർ ജേക്കബ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. സമയങ്ങളെടുക്കാം കേട്ടോ. നമ്മൾ അല്പം ലേറ്റായിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കണം. യുവായുടെ കൂട്ടുകാർക്കും പിന്നീട് യൂട്യൂബിലൊക്കെ കാണുന്നവർക്ക് ഇതൊരു വലിയ ബ്ലെസ്സിങ് ആയി തീരട്ടെ. ഓർ ടു പീറ്റർ ജേക്കബ്. പ്രൈസ് ലോർഡ്. ഗുഡ് ഈവനിങ്. വന്നുകൂടിയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. എത്രയും യുവാക്കളായിരിക്കുന്നവരൊക്കെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ആസാദി ചാനലിന്, ആസാദി TV, ഫിന്നി പാസ്റ്റർ, ഇവരെയൊക്കെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ മീഡിയ മിനിസ്ട്രിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ഒത്തിരി യുവാക്കളുടെ ഇടയിലേക്ക് സാക്ഷ്യങ്ങളായും അതുപോലെ ദൈവവചനവുമായിട്ടൊക്കെ ഇറങ്ങിച്ചെല്ലാൻ പ്രിയ ഫിന്നി പാസ്റ്റർ കർത്താവ് ഉപയോഗിക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഒത്തിരി പരിചിതമായ മുഖങ്ങളുണ്ട്. ഒന്ന് രാജീവ് ചായന്, ഷിബിൻ, എൻ്റെ സിസ്റ്റർ ടിയ അതിനകത്തുണ്ട്. അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മള് ഇതുപോലുള്ള കൂട്ടായ്മകൾ എപ്പോഴും നമുക്ക് പരസ്പരമുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ സഹായിക്കാൻ, അതിൻ്റെ വർധനവിന് പരസ്പരമുള്ള നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ മുതൽക്കൂട്ടാവുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. അപ്പോ ഒട്ടും താമസിക്കാതെ, നിങ്ങളെ ഒത്തിരി ബോറടിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ സാക്ഷ്യത്തിലേക്ക് പോകാം. ഞാൻ വളരെ ഇൻഫോർമലായിട്ട്, നമ്മളിപ്പോ യുവാക്കളായിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ ഇൻഫോർമലായിട്ട് എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ നയിച്ചത്, ഞാൻ എവിടെ തുടങ്ങി, എങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയത്, എന്തൊക്കെ സ്ട്രഗിൾസിലൂടെ ഞാൻ പോയി, ആ സ്ട്രഗിൾസിന്റെ ഒക്കെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു, ആ സ്ട്രഗിൾസ് എന്നെ എവിടെ കൊണ്ട് എത്തിച്ചു, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ സമയത്തിനുള്ളിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്നാമതായി ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എൻ്റെ ബാല്യകാലത്ത് നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ, റാന്നിയിൽ റാന്നിയിൽ ആണ് ഞാൻ ജനിച്ചത് എന്ന് പാസ്റ്റർ പറഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ ജനിച്ചത് തന്നെ അത്യാവശ്യം നല്ല ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, എൻ്റെ പപ്പായ്ക്ക് റാന്നിയിൽ 2 വലിയ കടകളുണ്ടായിരുന്നു. ഒരു ചെരുപ്പ് കടയായിരുന്നു. അത് ഒത്തിരി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ എൻ്റെ പിതാവിന് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നല്ല ലാഭമൊക്കെ ഉണ്ടാക്കി നല്ല പൈസ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതൊരു 1980കളാണ്. അത് 80 മുതൽ 90 വരെയുള്ള ഒരു 10 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായി വളരെ ഉന്നമനത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. അതോടൊപ്പം ഒരു ലേഡീസ് സെന്ററും കൂടി ഉണ്ടായിരുന്നു. അതും വൻ ലാഭത്തിലാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അതായത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ആദ്യത്തെ ലേഡീസ് സെന്ററാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പുതിയതായി തുടങ്ങിയ ഒരു 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 ഐഡിയ ആയിരുന്നു ലേഡീസ് സെന്റർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ പ്രീമ ചപ്പൽ, അതിന്റെയൊക്കെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറുള്ള ഒരാളായിട്ടൊക്കെ എൻ്റെ പിതാവ് മാറിയിരുന്നു. അങ്ങനെ വളരെ സാമ്പത്തികമായി നല്ല നിലവാരത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം.
അങ്ങനെ ഞങ്ങള് മുന്നോട്ട് ജീവിച്ചപ്പോ ഞങ്ങൾക്കുണ്ടായ ഒരു സാഹചര്യം ഇതാണ്. ഈ എന്റെ പിതാവ് അല്പമായൊക്കെ മദ്യപിക്കുമായിരുന്നു. ഒരു 90കളിലൊക്കെ അല്പമായി മദ്യപിക്കുമായിരുന്നു. ഈ മദ്യപാനം പതുക്കെ 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 ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് ശരിക്കും ലോണുകൾ എടുക്കുവാനും ബ്ലേഡ് എടുക്കാനൊക്കെ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട് ഒരു സമയത്ത് പറയുന്നത് 40% വരെ പലിശയ്ക്കൊക്കെ എന്റെ പപ്പ ലോൺ എടുത്തതൊക്കെ എനിക്ക് എന്റെ കൊച്ചിലെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ പതുക്കെ പതുക്കെ ലോണൊക്കെ എടുത്ത് ഈ ബാങ്കുകളിൽ നിന്നുള്ള ഈ ബിസിനസ് ലോണുകളൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും. ഓടിയൊക്കെ ഒക്കെ അറിയാമായിരിക്കും. അങ്ങനെ ബിസിനസ് ലോണുകളും അതുപോലെ പല വിധമായ ബ്ലേഡുകളും ഒക്കെ എടുത്തിട്ട് എന്റെ പിതാവ് ഇങ്ങനെ ഈ ബിസിനസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ അതിന്റെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കാണാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഈ ബിസിനസ് ഡിമാവാൻ തുടങ്ങി. അതിനോടൊപ്പം മദ്യപാനം എന്ന് പറഞ്ഞാൽ ചില്ലറ മദ്യപാനം അല്ല. രാവിലെ തുടങ്ങിയാൽ പിന്നെ അത് ഫുൾ 24 hours മദ്യത്തിന് പുറത്താണ്. ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഒരു 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 സമയത്ത് ഈ ശരിക്കും മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാല് തുടർച്ചയായിട്ട് 2 ആഴ്ചകളും 3 ആഴ്ചകളും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും റോഡിലൊക്കെ കിടക്കും, കുടിച്ചിട്ട് കടയിൽ പോയി കിടക്കും. പല രാത്രികളും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ചെറിയ കാലഘട്ടത്തിലൊക്കെ ഫോൺ കോളുകൾ വരും. നിന്റെ അച്ഛൻ ഇവിടെ, പപ്പ ഇവിടെ ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട്, ആ ഓടയെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കണ്ടെത്തി കിടപ്പുണ്ട്, നീ വേണമെങ്കിൽ പോയി വന്ന് വിളിച്ചോണം എന്നൊക്കെ പറയും. അപ്പോ ആ സമയത്തൊക്കെ ശരിക്കും വണ്ടി ഒന്നും ഓടിക്കാൻ അറിയാവുന്ന സമയമൊന്നും അല്ല. എവിടുന്നെങ്കിലും ഒക്കെ ഓട്ടോ ഒക്കെ കണ്ടുപിടിച്ച് രാത്രി തുണിയില്ലാതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്, എടുത്തുകൊണ്ട് വന്ന് വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഈ കുടി ഇല്ലാത്ത സമയത്ത് ഭയങ്കര സ്നേഹമാണ്. ഈ കുടിക്കാത്ത സമയത്ത് വളരെ നല്ലൊരു സ്വഭാവമാണ്. പക്ഷെ ഈ കുടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. അങ്ങ് ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. പതുക്കെ പതുക്കെ ബിസിനസ് ഡിം ആവാൻ തുടങ്ങി, ബിസിനസ് നഷ്ടമാകാൻ തുടങ്ങി. നിങ്ങൾക്ക് തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. കടയ്ക്കകത്തൊക്കെ മദ്യപിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് ഒന്നും അവിടേക്ക് വരില്ല. അങ്ങനെ ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ട് കടയെല്ലാം പോയി. അവസാനം ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടും ഞങ്ങൾക്ക് അതോടൊപ്പം ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ വിൽപ്പന ചെയ്യേണ്ടതായിട്ട് വന്നു. അത് അന്നത്തെ കാലത്ത് പൈസ ഉണ്ടായിരുന്ന സമയത്ത് പണിഞ്ഞ വീടാണ്, വലിയ ഒരു 2 നില വീട്. അതിനോടൊപ്പം ആറിന് തീരത്ത്, ഫിനിപ്പാസിനൊക്കെ അറിയാൻ പറ്റും, നമുക്ക് അന്നൊക്കെ ആറിന്റെ തീരത്തുള്ള വീടുകൾക്കായിരുന്നു ഡിമാൻഡ്. ഇന്നതില്ല, 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അതൊക്കെ പോയി. പക്ഷെ അന്ന് ആറിന് തീരത്ത് വലിയൊരു വീടും സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം വിറ്റിട്ടിറങ്ങേണ്ടതായിട്ട് വന്നു. കാരണം അതുപോലെ കടം കയറി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ കടത്തിന്റെ ലിസ്റ്റ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ കടം കയറിയിട്ട് ഞങ്ങൾക്ക് അതെല്ലാം വിറ്റ്, സ്ഥലവും വീടും ഉണ്ടായിരുന്ന സർവ്വ കാര്യങ്ങളും വിറ്റിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങള് വേറൊരു വാടക വീട്ടിലേക്ക് മാറി. അതിനുശേഷം ഒരു കൊച്ചു വീടൊക്കെ വെച്ച് അതൊക്കെ ഞങ്ങള് ജീവിതം തുടർന്നു പോവുകയാണ്. ഇതിന് മധ്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ സമയങ്ങളിലൊക്കെ എന്റെ മാതാവ്, എന്റെ അമ്മ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു. ഞങ്ങളെ ശരിക്കും ഞാൻ പറഞ്ഞു തുടങ്ങേണ്ട ഇതായിരുന്നു. ഞങ്ങള് ക്നാനായ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു, ക്നാനായ ജാക്കോബൈറ്റ് പാരമ്പര്യത്തിൽപ്പെട്ടവരായിരുന്നു. എന്റെ അമ്മയ്ക്ക് 1993 പോൾ ഗോപാലകൃഷ്ണന്റെ ഒരു CD ഒരാൾ കൊണ്ട് കൊടുക്കുകയും അത് കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അമ്മ പതുക്കെ പതുക്കെ ഈ വിശ്വാസത്തിലേക്ക് വരുന്നു. ആ സമയത്തൊന്നും ഞാൻ വിശ്വാസത്തിലല്ല. ഞാൻ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ബോധ്യം കിട്ടുന്നോ അന്നേ ഞാൻ വരുള്ളൂ. അന്ന് എനിക്ക് വലിയ പ്രായമൊന്നും ഇല്ലെങ്കിലും ഞാൻ ക്നാനായ സമുദായത്തിൽ ഇരുന്ന സമയത്ത് ഞാൻ പള്ളിയില് കൊയറിൽ അംഗമായിരുന്നു. ഞാൻ ആ വിധത്തിൽ ആ പള്ളിക്കകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചിരുന്നു. അന്ന് മുതലേ ചെറുപ്പം മുതലേ ദൈവ ഭയത്തിൽ ജീവിക്കാനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കാനും ഒക്കെ അമ്മ എന്നെ പഠിപ്പിച്ചിരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ
ബാലൻ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ലെന്ന് പറയുന്നത് പോലെ ചെറുപ്പം മുതലേ ആ ഒരു ദൈവഭയത്തിലും ദൈവത്തോടുള്ള ബഹുമാനത്തിലും ഒക്കെ ജീവിക്കാൻ കർത്താവ് എന്നെ ഇടയാക്കി എന്നുള്ളത് ഒരു വാസ്തവമാണ്. തീർച്ചയായിട്ടും നമ്മള് ഈ യുവാക്കളുടെ ഇടയിലുള്ള ശുശ്രൂഷ, കുഞ്ഞുങ്ങളുള്ള ശുശ്രൂഷയുടെ ഒക്കെ വലിയൊരു പ്രത്യേകതയാണത്. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ദൈവവചനങ്ങൾ അത് അവരുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കർത്താവിൽ നിന്ന് അകന്നു പോയെന്ന് പറഞ്ഞാലും ഒരു സമയത്ത് അവര് മടങ്ങി വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ അകത്ത് കിടക്കുന്ന വിത്ത്, അകത്ത് കിടക്കുന്ന വചനം അവരെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തെറ്റിലേക്കും പാപത്തിലേക്കും ഒന്നും പോകാൻ അനുവദിക്കത്തില്ല. ഇത് തന്നെയാണ് എന്റെ ജീവിതാനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ എന്റെ ജീവിതം ഇങ്ങനെ തുടർന്നു പോവുകയാണ്. 2001-2 കാലഘട്ടങ്ങളിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. ആ സമയത്തൊക്കെ ഈ പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ലോൺ അടയ്ക്കാൻ വേണ്ടി പോകും. കാരണം ഈ ലോണിന്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചാടെ കൊടുത്ത, ഞങ്ങൾ അച്ചാന്നാ വിളിക്കുന്നത്, അച്ചാടെ കൊടുത്ത ആ പൈസ അങ്ങോട്ട് പോയി കള്ളു പിടിക്കും. അപ്പോ അമ്മ ഒരു ടീച്ചറായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഈ ലോണൊക്കെ അടയ്ക്കുന്നത്. അപ്പൊ ഞാനാണ് ശരിക്കും ഈ ലോൺ അടയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ലോൺ അടച്ചടച്ചടച്ച് പോകും. ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങുക. കാരണം എല്ലാ ബാങ്കിലും ഉണ്ടല്ലോ. അപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കാനറ ബാങ്ക്, SBI, യൂണിയൻ ബാങ്ക്, KSFE, അങ്ങനെ യു നെയിം ഇറ്റ്, എത്ര ബാങ്കുകളുടെ പേര് പറയാൻ കഴിയുമോ അത്രയും പറഞ്ഞോളൂ. ഒരു ബാങ്കിൽ തന്നെ മൾട്ടിപ്പിൾ ലോൺസ് ഉണ്ട്. ശരിക്കും അന്നൊക്കെ ലാൻഡ് ഫോൺ ഉള്ള കാലഘട്ടമാണ്. ഈ ലാൻഡ് ഫോൺ വീട്ടിൽ അടിക്കുമ്പോൾ പേടിയാ. ഏത് ബാങ്ക് മാനേജറാ വിളിക്കുന്നതെന്ന് ഓർത്തുള്ള ടെൻഷനാ. വിളിക്കുമ്പം പറയുന്നത് ഇതാണ്, ജപ്തിയാണ്, പൈസ അടച്ചോണം. ലാൻഡ് ഫോൺ അടിക്കുന്നത് കേൾക്കുമ്പോ തന്നെ ഇവിടെ ഞങ്ങൾക്ക് വിറയ്ക്കാൻ തുടങ്ങും. അതുപോലുള്ളൊരു സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് 2001-2002 കാലഘട്ടത്തിലാണ് ശരിക്കും ഞാൻ വിശ്വാസത്തിലേക്ക് യഥാർത്ഥമായി വരുന്നത്. എനിക്ക് തിരിച്ചറിവുകളുണ്ട്. ഞാനൊരു കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇരുന്നത് കൊണ്ടല്ല ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും പലർക്കും ഉണ്ട്. ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പുറത്താണ് ഈ കർത്താവിലേക്ക് വരുന്നത്, വിശ്വാസത്തിലേക്ക് വരുന്നത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ വന്നൊരു വ്യക്തിയല്ല. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അമ്മ വിശ്വാസത്തിൽ പോയെന്ന് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. എനിക്കൊരു ബോധ്യം വേണം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ശരിയാണ്. ഞാൻ അന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്, എല്ലായിടത്തും ഈ പ്രാർത്ഥന തന്നെയല്ലേ, എല്ലായിടത്തും കർത്താവിനെ തന്നെയല്ലേ വിളിക്കുന്നത്, യേശുവിനെ തന്നെയല്ലേ വിളിക്കുന്നത്, എന്താണ് ഇതിനകത്തൊരു വ്യത്യാസമുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് ഒരു പ്രത്യേക കാര്യം കൊണ്ടാണ്. എന്നോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വചനം ഇങ്ങനെ പറഞ്ഞു, യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മേൽ തൊട്ടടി വരെ കീറി. അത് മേൽ തൊട്ടടി വരെ കീറണമെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ കീറിയതല്ല. അത് കീറിയത് ആരായിരിക്കും? ഉറപ്പായിട്ടും ദൈവമാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇതാണ്, പൗരോഹിത്യം അവസാനിച്ചു. യേശു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ പുതിയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥ അവിടെ സ്ഥാപിതമായതിനെ കുറിക്കാനാണ് യഥാർത്ഥത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല രണ്ടായി കീറിയത്. ഈ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നേരത്തെ മുതൽ ഈ സംശയങ്ങളൊക്കെ കിടക്കുകയാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ യേശു എന്ന ഏക മധ്യസ്ഥൻ, അതുപോലെ മരിച്ചവരോടുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള പലവിധമായ സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, യഥാർത്ഥത്തിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു തിരിച്ചറിവ്, ഒരു വെളിപ്പാട് എനിക്കുണ്ടായി. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് എനിക്ക് 16 വയസ്സേ ഉള്ളെങ്കിൽ പോലും ഞാൻ ശരിക്കും വചനം വായിക്കുക. ഞാൻ വചനം വായിച്ച് എനിക്കൊരു ബോധ്യം കിട്ടി, യഥാർത്ഥത്തിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടതിന്റെ ഉദ്ദേശവും പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ എന്താണെന്നും യേശു എന്ന ഏക മധ്യസ്ഥൻ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന നന്മകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യം ലഭിച്ചപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ക്രിസ്ത്യാനിയായ സമുദായത്തിൽ നിന്ന് വിട്ടിട്ട് വിശ്വാസത്തിലേക്ക് വരുവാനും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടുവാനും ഒക്കെ കർത്താവ് എന്നെ സഹായിച്ചു. പക്ഷെ അപ്പോൾ പോലും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കുക. സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞാൽ അസാമാന്യമായ സാമ്പത്തിക ഞെരുക്കം. നിങ്ങൾ ഓർക്കണം, ഒരു സമയത്ത് നല്ല രീതിയിൽ ജീവിച്ചു വന്നതിന് ശേഷം ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ
നാട്ടുകാര്, ബന്ധുക്കാര്, അയൽവക്കക്കാരുടെ ഒക്കെ പെരുമാറ്റങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര മെന്റൽ സ്ട്രെസ്സിൽ കൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 2003 ആയപ്പോ ഞാൻ +2 കംപ്ലീറ്റ് ആകാറായി. അപ്പോ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താണ് ഇനി മുന്നോട്ട് എന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ അത്യാവശ്യം മാർക്കൊക്കെ ഉള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോ ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയാണ് ഇനി എന്റെ മുന്നോട്ടുള്ള പഠിത്തവും കാര്യങ്ങളും ഒക്കെ? അതിനൊക്കെ പൈസ വേണം, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, എനിക്കറിയാം. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പലപ്പോഴും എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പലപ്പോഴും ഞങ്ങളുടെ വീട്ടില് ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ കൊണ്ടു തരുമായിരുന്നു. കാരണം പൈസയായിട്ടൊന്നും തന്നു കഴിഞ്ഞാൽ മേടിക്കാൻ ഞങ്ങൾക്ക് അഭിമാനക്കുറവുണ്ട്. അപ്പൊ അവർക്കത് അറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ സാധനങ്ങളായിട്ടൊക്കെ കൊണ്ടുതരും. അവർക്കറിയാം നമ്മുടെ വീട്ടിലെ അവസ്ഥയും സാഹചര്യങ്ങളും. അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ഒരു സമയത്ത് ഞങ്ങൾ ജീവിച്ചു വന്നത്. വളരെ സാമ്പത്തിക ഞെരുക്കമുള്ള സമയം. അപ്പൊ അമ്മയോട് ഇങ്ങനെ ചോദിച്ചപ്പോ അമ്മ പറയാണ്, എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും നിശ്ചയമില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് കരുതിക്കൊള്ളും. ഇത്രയും മാത്രം അമ്മ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എവിടെ നിന്നാണ് അത് ചോദിച്ചതെന്നും എവിടെ നിന്നാണ് അമ്മ ആ മറുപടി. എനിക്ക് ഇന്നെന്ന പോലെ എനിക്ക് ആ സംഭവം ഓർമ്മയുണ്ട്. ഞങ്ങളുടെ വീടിന്റെ സ്റ്റെയർ കേസിൽ കയറി പോകുന്ന സ്റ്റെപ്പിന്റെ അവിടെ നിന്നാണ് അമ്മ അത് പറയുന്നത്. അത്രയും പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. എനിക്ക് ആ മറുപടി വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പൈസയ്ക്ക് പൈസ വേണ്ടേ? അന്നത്തെ സമയമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. ഞാനൊന്നും മറുപടി പറയാതെ ഞാനങ്ങ് പോയി. പിന്നീട് എന്നോട് വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് അങ്ങനെ അന്ന് പറഞ്ഞെങ്കിലും എനിക്ക് കർത്താവിൽ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്റെ ചങ്ക് ഉരുകി എന്ന് എന്നോട് അമ്മ പറഞ്ഞു. എങ്ങനെ നിന്നെ പഠിപ്പിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അമ്മ വളരെ ഒരു വിഷമ സന്ധ്യയിൽ ഇങ്ങനെ കഴിയുക. പക്ഷേ അമ്മയുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. എല്ലാത്തിലും കർത്താവിൽ ആശ്രയിക്കാൻ. അമ്മ എന്റെ പപ്പായുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മ വിശ്വാസി ക്ഷീണിച്ചു പോയിട്ടില്ല, ഒരിക്കലും ക്ഷീണിച്ചു പോയിട്ടില്ല. അമ്മ പ്രാർത്ഥനയിൽ വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക കൃപ കർത്താവ് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അമ്മ അങ്ങനെ പറഞ്ഞു പോയി. ഇതിന് മാസങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വാർത്ത ഇങ്ങനെ കേൾക്കുകയാണ്, തിരുവല്ലായിൽ എയർഫോഴ്സിന്റെ റിക്രൂട്ട്മെന്റ് വരുന്നു. എയർഫോഴ്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഓർത്തിരുന്നത് എന്തോ ഈ മറ്റേ എയർലൈനിന്റെ വല്ല പരിപാടി വല്ലതും ആയിരിക്കും എന്നാണ് വിചാരിച്ചു. പിന്നാണ് മനസ്സിലായത് ശരിക്കും ഇത് സൈന്യത്തിന്റെ ഭാഗമാണ് എയർഫോഴ്സ്. അന്നത്തെ സമയമാണ്, നമുക്കതൊന്നും അറിയില്ല. അപ്പോ എനിക്ക് ഒരു കാര്യം, എല്ലാ പിള്ളേരെല്ലാം ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനും വിചാരിച്ചു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, അങ്ങ് അപ്ലൈ ചെയ്തേക്കാം, ഒരു ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്യാലോ. +2 പഠിക്കുന്ന സമയം ഒരു ദിവസത്തെ ക്ലാസ് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനും പോയിട്ട് ഇതിനു വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് തിരുവല്ലായില്, പത്തനംതിട്ടയിലുള്ള തിരുവല്ലായില് ഞാൻ പോയി. ചെന്നപ്പം ജനസമുദ്രമാണ്. ഒരു 2000 പിള്ളേരിലധികം, ഏകദേശം 2000, 1500, 2000 ഇടയ്ക്ക് ഉള്ള കുട്ടികൾ അവിടെ ഉണ്ട്. അപ്പോ ഞാൻ അവിടെ ചെന്നു, ഞാൻ ഫോം എല്ലാം കൊടുത്തു, എക്സാം എഴുതി. എനിക്കന്ന് പനിയാണ്. ഞാൻ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് കർത്താവിന്റെ പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഓരോ ചെറിയ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നത്. അവിടെ ചെന്ന് എക്സാം എല്ലാം എഴുതി. എനിക്കന്ന് പനിയായിട്ട് നിൽക്കുക. അപ്പം 4 ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നത്. 4 ഷിഫ്റ്റുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് റിസൾട്ടിന് വേണ്ടി. അപ്പൊ എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞടാ, ഈ 10-2000 പിള്ളേരിനകത്ത് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, നമുക്കങ്ങ് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിക്കുകയാണ്. പക്ഷെ എന്റെ കൂട്ടുകാർ പറഞ്ഞടാ, റിസൾട്ട് കേട്ടിട്ട് അങ്ങ് പോകാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ റിസൾട്ട് കേൾക്കാൻ പോലും നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഈ 2000 പിള്ളേര് അകത്തുനിന്ന് ഒരിക്കലും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം അതുപോലത്തെ ടഫ് കോമ്പറ്റീഷൻ ആണെന്ന് എനിക്കറിയാം. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ സിഞ്ചു എന്നാണ് അവന്റെ പേര്, അവന്റെ മുകളിൽ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ കിടക്കുക. എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. ഞാൻ ഇങ്ങനെ തല വെച്ച് അവന്റെ തോളിൽ ഇങ്ങനെ തലയിട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക. റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ പോയ ഒരാളുടെ പേര് വിളിച്ചു. അപ്പൊ എനിക്ക് അവന്റെ കാര്യം നമുക്ക് അറിയായിരുന്നു, അവൻ ഒരു പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അവന് മാത്രമല്ല. അവന്റെ പേര് വിളിച്ചു, സന്തോഷം, അവൻ പോയി. അത് കഴിഞ്ഞ് 2-3 പേരിന് ശേഷം എന്റെ പേര് വിളിച്ചു. ഞാൻ ഇതൊന്നും അറിയുന്നേ ഇല്ല ഈ കാര്യം. കാരണം നമുക്ക് 1% പോലും പ്രതീക്ഷയില്ല നമ്മുടെ പേര് വിളിക്കും. അപ്പോ 2-3 പ്രാവശ്യം പേര് വിളിച്ചപ്പോ ഞാൻ ഈ ആറ് തോളയിലാണോ കിടന്നത്, ആ സിഞ്ചു എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിന്റെ പേരാ വിളിക്കുന്നത്. ഞാൻ ഞെട്ടി പെട്ടെന്ന് ഓടി അവിടേക്ക് ചെന്ന് നിന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എവിടാ നിൽക്കുന്നത്.
ഏകദേശം 50 കുട്ടികൾ, 56 എന്റെ ഓർമ്മ, 56 കുട്ടികളെ മാത്രമാണ് അന്ന് സെലക്ട് ചെയ്തത്. 2000 കുട്ടികളിൽ നിന്ന് 56 പേരെ അന്ന് സെലക്ട് ചെയ്യുന്നു. ഇതിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ടെസ്റ്റ് ശരിക്കും 8 മിനിറ്റിനുള്ളിൽ 1.5 കിലോമീറ്റർ ഓടണം. 1.6 കിലോമീറ്റേഴ്സ് ആണ് അന്ന് ഓടേണ്ടത്. ഇന്നും അങ്ങനെ തന്നെയാണ്, പക്ഷെ അതിന്റെ ടൈമിംഗ് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സെലക്ടഡ് ആയ കുട്ടികള് ഡ്രസ്സൊക്കെ മാറി, ടീഷർട്ടൊക്കെ ഇട്ട്, നിക്കറൊക്കെ ഇട്ട്, സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ട് ഭയങ്കര പ്രാക്ടീസാണ്. ഞാനിവിടെ പഴയ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ ഓടിയെടുക്കും. എനിക്കാണെങ്കിൽ പനിയോ, ഒരിക്കലും ഓടാൻ പറ്റത്തില്ല. 8 മിനിറ്റ് കൊണ്ടൊക്കെ അന്ന് ഓടുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് ഞാൻ ഫിസിക്കലി അന്ന് കുറച്ച് മോശപ്പെട്ട സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല, നമുക്ക് വീട്ടിൽ പോകാൻ. പക്ഷെ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഓടി തീർക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. 8 മിനിറ്റിനകത്ത് ഞാൻ 1.6 കിലോമീറ്റേഴ്സ് ഓടി പാസ്സായി. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ആളെക്കാളും തൊട്ട് മുമ്പും കണ്ടാ ഞാൻ വന്നത്. പക്ഷെ എന്തായാലും കൊള്ളാം, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞ് മെഡിക്കലിലും പോയി, മെഡിക്കൽ ടെസ്റ്റും പാസ്സായി. ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, ഞാൻ പറഞ്ഞു മറ്റൊരു കുട്ടി സെലക്ട് ആയെന്ന്, അവന് കിട്ടാതെ വന്നിട്ട് എനിക്ക് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ് പേര് വന്നു. അതെല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. മറ്റേ ആൾക്ക് അവൻ ഇത്രയും പഠിത്തം, ഇത്രയും മിടുക്കനായിരിക്കുന്ന അവന് കിട്ടാതെ നിനക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. അതെനിക്ക് ഇന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന്. അത് കർത്താവിന്റെ ഒരു അത്ഭുതം എന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ യഥാർത്ഥത്തില് ആ ടെസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇംഗ്ലീഷ് ആണ്, 2 മാത്സ് ആണ്. ഈ ചെറുപ്പം മുതലേ അമ്മ എന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നു നന്നായിട്ട്. ഈ 7ാം ക്ലാസ്സിൽ എനിക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുക. ഇങ്ങനെ ഗ്രാമർ പഠിച്ച് 7ാം ക്ലാസ് മുതൽ എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ് വരെ ഗ്രാമർ ഒക്കെ നല്ല തറവായിരുന്നു. +2 എനിക്ക് ഇംഗ്ലീഷിന് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അന്ന് ഇംഗ്ലീഷ് മാത്സിന്റെ എനിക്ക് മാർക്ക് കുറവായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ഞാനൊരു എബോവ് 95 ഒക്കെ ആ എക്സാമിൽ സ്കോർ ചെയ്തുകൊണ്ടാവണം എനിക്ക് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റിൽ പേരൊക്കെ കിട്ടിയത്. ചുരുക്കത്തിൽ അതുപോലും കർത്താവിന്റെ ഉദ്ദേശമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതായത് 7ാം ക്ലാസ്സിൽ അമ്മ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തയ്യാറായത്. ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന കൊച്ചു 2 ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബുക്കുകളുണ്ട്. അപ്പൊ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമർ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാതെ കളിക്കാൻ വിടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇരുന്ന് ഗ്രാമർ ബുക്ക് ഫുള്ള് തറവായിട്ട് പഠിച്ചു. അപ്പോ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, കർത്താവിന്റെ പദ്ധതി. ഞാൻ +2 എയർഫോഴ്സിന്റെ എക്സാം എഴുതണമെന്നും അതിനകത്ത് ഇംഗ്ലീഷ് ആണെന്നും ഇംഗ്ലീഷിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനകത്ത് സെലക്ഷൻ കിട്ടൂ എന്നും ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. നമ്മൾ എപ്പോഴും മുന്നറിവ്, ദൈവത്തിന്റെ മുന്നറിവിനെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നു. കർത്താവിന്റെ മുന്നറിവായിരുന്നു 7ാം ക്ലാസ്സിൽ മുതൽ ഞാൻ ഇംഗ്ലീഷിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ വേഗത്തിൽ പോവുകയാണ്. അങ്ങനെ എയർഫോഴ്സിൽ സെലക്ഷൻ ലഭിക്കുന്നു. എയർഫോഴ്സിലേക്ക് ഞാൻ പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പക്ഷേ ഈ ഞാൻ കർത്താവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്നെങ്കിലും എനിക്ക് ദൈവമായിട്ട് വലിയ വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും ഞാൻ കേട്ടിട്ടില്ല. സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞു, പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കും, ചർച്ചിൽ പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിപരമായ ബന്ധമൊന്നും അന്ന് ദൈവമായിട്ടില്ല. ഈ സമയത്താണ് ശരിക്കും നമ്മുടെ റാന്നിയിൽ ഉണ്ടായിരുന്ന നമുക്കൊരു 3 നില കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം ശരിക്കും ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വരുന്ന സമയത്ത് അത് അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഗവൺമെന്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് തരികയും അവിടെ കല്ലിടുകയൊക്കെ ചെയ്തു. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ പെൻഡിങ് കിടക്കാൻ. അതിന്റെ ആധാരം ശരിക്കും ബാങ്കിലാണ് ഇരിക്കുന്നത്. അപ്പോ ആ പൈസ കിട്ടിയാൽ മാത്രമേ കുറച്ച് ലോണൊക്കെ നമുക്ക് അടച്ച് വിട്ടാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ എയർഫോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് 2003 സമയമാണ്. ആ സമയത്തൊക്കെ വളരെ തുച്ഛമായ ശമ്പളമൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ കടയൊന്ന് വിറ്റിട്ട്, അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഒന്ന് വിറ്റിട്ട് ബാക്കി കടമൊക്കെ വീട്ടാൻ നോക്കിയപ്പോഴാണ് ആ കറക്റ്റ് സമയത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. ഈ സർവേ കല്ലടിക്കുന്നതും നമുക്ക് ഗവൺമെന്റ് തക്യൂർ പോവാന്നൊക്കെ പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഈ അക്വയർ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങുകൾ ബാങ്കിലാണ് അതിന്റെ ആധാരമെങ്കിൽ നമുക്ക് ആ പൈസ കൈ കിട്ടില്ല. ആ പൈസ നേരെ ബാങ്കിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ വളരെ ചുരുക്കിയാ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആധാരം ഇല്ല. പക്ഷെ
എൻ്റെ അപ്പച്ചൻ എഴുതി വെച്ചൊരു വില്ലുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ആ വില്ലൊന്ന് കൊണ്ട് കൊടുത്തു. ആ വില്ലിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആ തുക കൈപ്പറ്റാൻ പറ്റി. അതിന് നമ്മൾ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് കൈവശാവകാശ രേഖയൊക്കെ വേണം. അപ്പൊ ആധാരം ബാങ്കിൽ ഇരിക്കുമ്പം തന്നെ കൈവശാവകാശ രേഖ ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് ലഭിക്കാനിടയായി. അങ്ങനെ ആ പൈസ കൈപ്പറ്റിയത് കൊണ്ടാണ് അന്ന് കർത്താവ് അതിനകത്തൊരു വലിയ അത്ഭുതമാണ് ചെയ്തത്. ആ പൈസ ഞങ്ങൾക്ക് അന്ന് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ, അതിനകത്തൊക്കെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും, പക്ഷെ അതൊന്നും ഞാൻ പറയാൻ സമയം എടുക്കുന്നില്ല. പക്ഷേ അതിനകത്തൊക്കെ കർത്താവ് അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തി. ആധാരം ബാങ്കിൽ ഇരിക്കുമ്പോൾ തന്നെ കേസ് കിടക്കുമ്പോൾ, അതൊരു കേസുണ്ട്, ആ കേസ് കിടക്കുമ്പം തന്നെ ആ പൈസ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കിട്ടാനും അതുകൊണ്ട് ബാക്കി കടങ്ങളൊക്കെ വീട്ടാനും കർത്താവ് കൃപ ചെയ്തു. ഇനി ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ ഒരു കൊച്ച് ഒരു കടമുറി പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും കടമുറി പണിയാൻ കഴിയത്തില്ലെന്ന് ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. കാരണം അവിടെ ഒത്തിരി ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ അതിന്റെ ടെസ്റ്റിമണി ഒന്നും പറയുന്നില്ല. അത് ആ കടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പണിയപ്പെട്ടെങ്കിൽ അത് ഒരു മിറക്കിളാണ്. കാരണം അതുപോലത്തെ പ്രശ്നങ്ങളായിരുന്നു ആ പണികൾക്കിടയിലൊക്കെ നടന്നത്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. എനിക്ക് ആ സമയത്ത് ഈ പണിയണമെന്നുണ്ടെങ്കിൽ പച്ചമണ്ണ് വേണം. പച്ചമണ്ണ്, ഈ പച്ചമണ്ണ് ഇട്ട് നമുക്ക് ഹൈറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റത്തുള്ളൂ. അന്ന് പച്ചമണ്ണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, ഈ പണികൾ ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുക, ഈ സ്റ്റേ, 4 വശത്തോടുള്ള പ്രശ്നങ്ങള്, പണിയൊന്നും മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സമയമാണ്. ഈ പച്ചമണ്ണ് കിട്ടാത്തത് കൊണ്ട് എനിക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ കർത്താവ് നടത്തുന്ന വിധങ്ങള് നിങ്ങളൊന്ന് കേൾക്കണം. പച്ചമണ്ണ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചിരുന്ന സമയത്താണ്, പാസ്റ്ററിനൊക്കെ അറിയാം, മാമുക്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് ഈ നമ്മുടെ കടമുറി ഇരിക്കുന്നത്. ഈ മാമുക്ക് ജംഗ്ഷനിൽ ഇന്റർലോക്ക് ടൈൽ ഇടാൻ വേണ്ടിയിട്ട് PWD വരിക. അവരവിടെ മുഴുവൻ ടാറ് മുഴുവൻ പൊളിച്ച് ആ പച്ചമണ്ണ് മുഴുവൻ കുത്തി ഇളക്കുക. എന്നിട്ട് വേണം ഇന്റർലോക്ക് ടൈൽ ഇടാൻ. അപ്പൊ അത്രയും പച്ചമണ്ണ് അവർക്ക് മാറ്റിയിടണമെങ്കിൽ സ്ഥലമില്ല. അപ്പോ അവര് നോക്കിയപ്പോ തൊട്ടടുത്തൊരു പണി നടക്കുന്നു. അപ്പം അവിടെ വന്നിട്ട്, ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാൻ തിരുവനന്തപുരത്ത് ജോലിയില്ല. അപ്പൊ അവര് വന്നിട്ട് അറിയാവുന്ന ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് പച്ചമണ്ണ് വല്ലതും വേണോ, ഞങ്ങളിത് മാറ്റാനാണെന്ന്. അപ്പൊ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു, വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവെ, വഴി തുറന്നതാ, മൊത്തം കൊണ്ടിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് വേണ്ടതിലും 4 ഇരട്ടി പച്ചമണ്ണ് അവര് കൊണ്ടിട്ടു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു, എടാ വല്ലതും കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, വല്ലതും കൊടുത്താൽ പോരാ, ശരിക്കും കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്ന് പറയുന്നത്, കർത്താവ് വഴി തുറക്കുന്ന വഴികള്, അതിന്റെ മഹത്വം നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് വിഷമിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിന്റെ പദ്ധതികൾ എത്രയോ വലുതാണ്. ഞാൻ എൻ്റെ എയർഫോഴ്സിലെ ജോയിനിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. കർത്താവ് നമുക്ക് വേണ്ടി, ഇപ്പൊ മുമ്പേ ആ മോള് പാടിയപ്പോഴും അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, എല്ലാം സ്ക്രിപ്റ്റഡ് ആണ് അല്ലെ. കർത്താവ് എല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് വേണ്ടിയുള്ള പദ്ധതികള്, നമുക്ക് വേണ്ടിയുള്ള നന്മകള്, നമുക്ക് വേണ്ടിയുള്ള കരുതലുകൾ എല്ലാം കർത്താവ് നേരത്തെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, നമ്മള് കർത്താവിനോട് വിശ്വസ്തരാണോ? നമ്മള് വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മളെ വെയിറ്റിംഗ് പീരീഡിലാണ് നമ്മുടെ മച്യൂരിറ്റി വെളിപ്പെട്ട് വരേണ്ടത്. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാമെങ്കിൽ, പെറുവിറുക്കാതെ നമ്മൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, ഉറപ്പുള്ള കാര്യമാണ്, കർത്താവിന്റെ സമയത്ത് കർത്താവ് ഓരോന്നോരോന്നായി അൺവൈൻഡ് ചെയ്തു വരും. നമുക്ക് വേണ്ടി കർത്താവ് ഓരോന്നോരോ കാര്യങ്ങൾ തക്ക സമയത്തായിരിക്കും വെളിപ്പെടുത്തുന്നത്. പക്ഷെ നമ്മൾ തക്ക സമയം എന്ന് പറയുമ്പോൾ അപ്പോയിന്റഡ് ടൈം ഓഫ് ഗോഡ് ആണ് അല്ലെ. അതിനുവേണ്ടി പക്ഷെ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിനെ കാത്തിരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാത്തുവച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ എയർഫോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കുറച്ച് പൈസയൊക്കെ കൂട്ടി വെക്കും. അമ്മ ജോലി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ടീച്ചറാണ്. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് എന്തെങ്കിലുമൊക്കെ ലോണുകൾ വീട്ടി അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ലോണുകളെല്ലാം വീട്ടപ്പെടാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം വീടിന്റെ പണിയൊക്കെ വളരെ മിതമായ പണികളൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ കയറി താമസിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസയൊക്കെ മിച്ചം പിടിച്ച് വീടിന്റെ പണികളൊക്കെ ബാക്കിയെല്ലാം ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി.
ദൈവം എന്തൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അതൊക്കെ പതുക്കെ പതുക്കെ മടക്കി തരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് മടക്കി തരുന്ന ഒരു ദൈവമാണെന്ന് തെളിയിക്കാനാണ്. നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഒക്കെ കർത്താവിന് നൽകി തരാൻ കഴിയും. അങ്ങനെ പതുക്കെ പതുക്കെ വെച്ചടി ആയിട്ട് കർത്താവ് എല്ലാ കാര്യങ്ങളും മടക്കി തരാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ശരിക്കും ഞാൻ ആസാമിലേക്ക് പോസ്റ്റിങ്ങിനായിട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം സംഭവിച്ചു. ഞങ്ങളിങ്ങനെ ഈ ഒന്ന് തിരിച്ചു വന്നപ്പോ, ഞങ്ങൾക്കൊന്ന് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ടപ്പോ എന്റെ അമ്മ ഇങ്ങനെ വിചാരിച്ചു ഇവനെ ഒന്ന് നേരത്തെ കല്യാണം കഴിപ്പിക്കണം. അപ്പോ അമ്മ പറഞ്ഞു എന്റെ മോൻ 17ാമത്തെ വയസ്സിലെ ജോലിക്ക് കയറിയതാണ്, അതുകൊണ്ട് ഇവന്റെ ബാച്ചിൽ ഇവനായിരിക്കും ഏറ്റവും ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്നത്. അമ്മയുടെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എന്റെ ബാച്ചിലെ എല്ലാവരും കല്യാണം കഴിച്ചു. രാജീവ് ചാനൊക്കെ അറിയാൻ, രാജീവ് ചാൻ ചിരിക്കുന്നുണ്ട്. എന്റെ ബാച്ചിലെ എല്ലാവരും കല്യാണം കഴിച്ചു, പക്ഷെ എനിക്ക് മാത്രം കല്യാണം ആവുന്നില്ല. അതിനൊക്കെ കാരണമുണ്ട്. ശരിക്കും പിന്നീടാണ് അതൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാവും. നമ്മള് നാളുകൾ കഴിയുമ്പോഴാണല്ലോ കർത്താവ് ഇതൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഇങ്ങനെ മുന്നോട്ട് ഞാൻ ജീവിച്ചപ്പോ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എനിക്കൊരു വാഗ്ദത്തം തന്നു. ഇന്ന പോലത്തെ ഒരു കുട്ടിയായിരിക്കും, ഒരു വ്യക്തിയായിരിക്കും നിന്റെ ജീവിതത്തിൽ വരുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, ആ വാഗ്ദത്തത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുക. പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോയി, വിവാഹം ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആലോചനകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീക്കാൻ പാകത്തിന് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരിക്കാം. ചിലപ്പം പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നടക്കത്തില്ലായിരിക്കും. അങ്ങനെ വിവാഹം ശരിക്കും നടക്കാൻ കഴിയാതെ ഇങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആസാമിലായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരു 30 വയസ്സിനൊക്കെ മുകളിലോട്ടായി. അങ്ങനെ ആയിരുന്നപ്പോൾ ശരിക്കും ഞാൻ അവിടെ ആസാമിൽ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിച്ചു. നമ്മളൊരു പ്രായത്തിന് ശേഷം, പ്രത്യേകിച്ച് എയർഫോഴ്സിലൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മള് പട്ടാളത്തിലൊക്കെ ആയിരിക്കുമ്പോൾ, ഈ ഒരു പ്രായത്തിനപ്പുറത്തേക്ക് നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഉള്ള ജീവിതം എന്ന് പറയുന്നത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചു. ആ സമയത്താണ് ശരിക്കും എനിക്ക് 2016 മെയ് ആ സമയത്താണ് എനിക്ക് ജോയിന്റ് പെയിൻ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. എനിക്ക് ഈ 2 തോളുകളിലും ഭയങ്കരമായിട്ട് ജോയിന്റ് പെയിൻ വരാൻ തുടങ്ങി. അതുപോലെ ഈ നെഞ്ചിന്റെ ഭാഗത്തും ഭയങ്കര വേദനയാണ്. ഒത്തിരി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷെ എന്താണ് രോഗമെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എന്റെ ഒരു ടെസ്റ്റിമണിയുടെ പ്രധാന ഭാഗമാണ്. അവിടെ ഡയഗ്നോസ് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ വേഗത്തിൽ നാട്ടിൽ വന്ന് ചെക്കപ്പ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹെപ്പറ്റൈറ്റിസ് ബി എന്ന രോഗമാണ് എനിക്ക്. ഈ മെഡിക്കൽ ഫീൽഡിലുള്ള പലർക്കും അറിയാൻ കഴിയും, ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് ഒരു ചെറിയ രോഗമല്ല. അത് ഒരിക്കൽ വന്നാൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ഈ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകാനുള്ള, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകാനുള്ള, അല്ലെങ്കിൽ അത് മാറിപ്പോകാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ റിസൾട്ട് വന്നപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, യു ആർ ദ വേർസ്റ്റ് കേസ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ കരിയർ. അതിന്റെ കാര്യം എന്ന് പറയുന്നത് 1 ml ബ്ലഡിൽ എനിക്കുണ്ടായിരുന്ന വൈറസിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 4 കോടിയിൽ കൂടുതലായിരുന്നു. ഇപ്പോഴും എൻ്റെ ആ ടെസ്റ്റ് റിസൾട്ട്സ് എല്ലാം കിടപ്പുണ്ട്. 1 ml ബ്ലഡ് ഈക്വൽസ് 4 ഗ്രേറ്റർ ദാൻ 4 × 10⁸ ഇതായിരുന്നു എന്റെ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. 10,000-ലധികം 1 ml ബ്ലഡിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഈ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് അത് സൗഖ്യമാകാൻ, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യത ഡോക്ടർ പറഞ്ഞതാണ് 0.01 ആണ്. 3 ഡോക്ടർമാരെ ഞങ്ങൾ ഒരുപോലെ പോയി കണ്ടു. എല്ലാവരും ഇതുപോലെ തന്നെയാണ്, സെയിം കാര്യമാണ് പറയുന്നത്. ഈ കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ലിവർ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയി. ഞങ്ങള് ആയുർവേദ ചികിത്സയിലേക്കൊക്കെ പോയി. അവിടെ ചെന്ന് എന്റെ റിസൾട്ട് കാണുന്നവരെല്ലാം ഞെട്ടുക. കാരണം ഇതുപോലൊരു വേസ്റ്റ് കേസ് ആരും കണ്ടിട്ടില്ല. 10,000, 1 ലക്ഷം, 5 ലക്ഷം ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗ്രേറ്റർ ദാൻ 4 crore എന്നുള്ള ഒരു കൗണ്ട് അത് ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് സിവിയർ ആയി എന്റെ കേസ് എന്ന് പറയും. പക്ഷേ ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കയറാൻ ഇടയായി തീർന്നു. ശരിക്കും കർത്താവ് എന്നെ ഉടയ്ക്കുമായിരുന്നു.
ഞാൻ ശരിക്കും തകർന്നു പോയി. കാരണം എന്റെ വിവാഹം നടന്നിട്ടില്ല, എന്റെ സിസ്റ്ററിന്റെ വിവാഹം നടന്നിട്ടില്ല. ഇതിനിടയ്ക്ക് എന്റെ പപ്പ മരിച്ചുപോയി. 2006 എന്റെ പപ്പ മരിച്ചുപോയി. ഞാനത് പറയാൻ വിട്ടുപോയതാ. പക്ഷെ 2006 എന്റെ പപ്പ മരിച്ചുപോയി. അമ്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജീവിതം എങ്ങും എത്താത്ത ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയ ഒരു രോഗം എന്നെ പിടിപെട്ടിരുന്നപ്പോ ശരിക്കും ഞാൻ തകർന്നുപോയി. എങ്കിലും മാനുഷികമായിട്ട് അങ്ങനെ ഒരു വിഷമം ഉണ്ടായെങ്കിലും ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഒരു മുഖാന്തരം അതിലൂടെ ഉണ്ടാകാനിടയായത്. അന്ന് ഞാൻ ശരിക്കും എന്റെ മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നപ്പോ കർത്താവിനോട് ഇടപെടാൻ തുടങ്ങി. കർത്താവ് ഇടപെട്ട ഒത്തിരിയധികം വാക്യങ്ങളുണ്ട്. ഞാൻ അതൊന്നുകൂടെ പറയുന്നില്ല. കർത്താവിനോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങളിൽ, ആ വചനങ്ങളിൽ ഞാൻ കയറി അങ്ങ് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് ഡോക്ടേഴ്സിന്റെ നിന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സമയത്ത് ഗൂഗിളില് യൂട്യൂബിലൊക്കെ കയറി നോക്കുമായിരുന്നു, ഈ ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യമായ ആരെങ്കിലും ഉണ്ടോ? ഒരാളെയെങ്കിലും നമ്മൾ കാണാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ബലം, ഒരു മോട്ടിവേഷനാണ്. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ക്യൂവേർഡ് ആയിട്ടുള്ള, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ക്യൂവേർഡ് ആയിട്ടുള്ള ആരെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞാനും അമ്മയും എടുത്തൊരു തീരുമാനമുണ്ട്, ലോകത്താർക്കും സൗഖ്യമായില്ലെങ്കിൽ എനിക്ക് സൗഖ്യമാവും. ഞങ്ങൾ ആ ഡോക്ടർ റൂമിൽ ഞങ്ങളോട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കേസ് വേഴ്സ്റ്റ് ആണ്, ബേസ് മോസ്റ്റ് വേഴ്സ്റ്റ് ആണ്, അതോടൊപ്പം 0.01% ആണ് നിങ്ങൾ സൗഖ്യമാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതേ ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ നെഗറ്റീവ് റിപ്പോർട്ടുമായിട്ട് ഈ ഡോക്ടറെ തന്നെ കാണാൻ പോയി. വിശ്വാസത്താൽ പറഞ്ഞിട്ട് പോയതാ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാനും അമ്മയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അമ്മയെ ഒരു ദർശനം കാണിച്ചു. ചെങ്കടലിനെ പിളർന്ന് വഴിയൊരുക്കുന്ന ദൈവം നിനക്ക് വേണ്ടി അപൂർവ കാര്യങ്ങളെ ചെയ്തു തരും, അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് കർത്താവ് അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. എന്നോട് ഒത്തിരി അധികം വാഗ്ദത്തങ്ങളിലൂടെ, വചനങ്ങളിലൂടെ കർത്താവ് ഇടപെട്ട് എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ടും കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് 2016 ഈ സംഭവം. സെപ്റ്റംബർ 2016 ആയപ്പോൾ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോ എന്റെ വൈറൽ കൗണ്ട് എന്ന് പറയുന്നത് 544 4 കോടിയിലധികത്തിൽ കിടന്ന ഈ വൈറൽ കൗണ്ട് 544 ഞാൻ ആ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത്രയും കുറഞ്ഞെങ്കിൽ അത് നല്ല റെസ്പോൺസ് ആണ്, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് സന്തോഷിക്കുകയൊന്നും വേണ്ട, ഇത് നെഗറ്റീവ് ആവാനൊന്നും പോകുന്നില്ല. ഹെപ്പറ്റൈറ്റിസ് ബി നെഗറ്റീവ് ആവില്ല, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു കുറച്ച് കൺട്രോൾ ഒക്കെ ചെയ്യാം, കുറച്ച് മരുന്നൊക്കെ തരാം, പിന്നെ കുറച്ച് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്തൊക്കെ ഒന്ന് വെക്കാം എന്ന് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം എന്നെ പേഴ്സണലായിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂമിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾ ഒരു യുവാവായ വ്യക്തിയാണ്, താങ്കൾ വിവാഹം കഴിച്ചിട്ടില്ല, ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നതുകൊണ്ട് നിങ്ങൾ ഇനി ജീവിതകാലം മുഴുവൻ ഈ ഹെപ്പറ്റൈറ്റിസ് ബി പേഷ്യന്റ് ആയിട്ടാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒരു ഓപ്ഷൻ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറയാതിരിക്കുക, ആ ആൾക്ക് വന്നോട്ടെ എന്ന് വെച്ചേക്കണം, എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ചികിത്സിക്കുക. എന്നിട്ട് പറഞ്ഞ ഓപ്ഷൻസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾ ആ പെൺകുട്ടിയോട് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അധികം പറയണ്ട, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നൊക്കെ ഒന്ന് ബോധിപ്പിച്ചിട്ട് വിവാഹം കഴിക്കാം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഈ 2 ഓപ്ഷൻസ് എനിക്ക് പോസിബിൾ അല്ല. ഞാൻ പറഞ്ഞു, ഞാൻ സൗഖ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നു. അത് അന്ന് ഉണ്ടായിരുന്ന ആ ഒരു ബോൾനെസ്, കർത്താവ് തന്ന ആ ഒരു ബോൾനെസ്സിന് പുറത്തൊക്കെ വിശ്വാസത്താൽ അങ്ങ് പറഞ്ഞതാ. അങ്ങനെ സെപ്റ്റംബർ 2016 544 കുറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും പ്രാർത്ഥനയിൽ ഇങ്ങനെ മുന്നേറുക. ഒക്ടോബർ 2016 ആ കൗണ്ട് 30 കുറയാനിടയായി. നവംബറിൽ അത് 20. ഈ 20 ഇങ്ങനെ നിൽക്കുകയാണ്, 20 കുറയുന്നില്ല. ആ സമയത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, 20 തന്നെ ഇങ്ങനെ തുടരും. ആ സമയത്താണ് കർത്താവ് എന്നോട് ഇടപെടുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബറിൽ തന്നെയാണ്. കർത്താവിനോട് ഇടപെടുകയാണ്, ഒരു രാത്രിയിൽ നിന്റെ മരുന്നെല്ലാം എടുത്ത് കളയണം. എനിക്ക് ശരിക്കും അത്
ഞാൻ ഓർത്ത് എന്നോട് ഇനിയും അത് ഇനി എന്റെ ബുദ്ധിയിൽ തോന്നിക്കുന്ന കാര്യമാണ്. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് എനിക്കൊരു പൂർണ്ണ ബോധ്യം കിട്ടി, ഇതിന്റെ മരുന്നെടുത്ത് കളയുക. ഞാന് ആ ദൈവശബ്ദത്തിന് മുമ്പ് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് അതൊരു കവറിനകത്താക്കി ഞാൻ ചുറ്റി കെട്ടി ഞാൻ കൊണ്ടുവന്ന് ആരും കാണാതെ ഒരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു മരുന്ന്. ഫെബ്രുവരി 2017 ആയപ്പോ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പറയട്ടെ, പൂർണ്ണമായിട്ട് അത് നെഗറ്റീവായി. ഒരൊറ്റ വൈറസ് പോലും എന്റെ ശരീരത്തിൽ ശേഷിക്കാതെ പൂർണ്ണമായിട്ട് അത് നെഗറ്റീവായി. ഞാൻ എന്റെ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്തു. ഡോക്ടർ പറഞ്ഞു, ദിസ് ഇസ് ഇമ്പോസിബിൾ. ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഒന്നിൽ ഇത് എന്തെങ്കിലും ടെസ്റ്റിന് എന്തെങ്കിലും തെറ്റുപറ്റി കാണും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ പറയുന്ന ഈ ടെസ്റ്റുകളെല്ലാം പോയി ടെസ്റ്റ് ചെയ്തിട്ട് പോവാ, ഇതെല്ലാം നെഗറ്റീവായിട്ട് നിങ്ങൾ കൊണ്ട് കാണിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കാം നെഗറ്റീവായ. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു 10-20 ടെസ്റ്റ്, HbSAg എന്നാണ് ഇത് മെഡിക്കൽ ടേമിൽ പറയുന്നത്. HbSAg, EAG, MAG, എനിക്കറിയില്ല, ഒരു 10-20 വ്യത്യസ്തമായ മെത്തേഡിലുള്ള ടെസ്റ്റുകൾ അദ്ദേഹം കുറിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിന്റെ മുഴുവൻ കഴിവെടുത്ത് അദ്ദേഹം എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതി. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പറയട്ടെ, എല്ലാ ടെസ്റ്റുകളും ഒരുപോലെ നെഗറ്റീവ് ആയിട്ട് തീരുവാനിടയായി. അത് കൊണ്ട് കാണിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, യെസ് യു ആർ ഹീൽഡ്. ഞാൻ പറഞ്ഞു, കർത്താവിനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല. അത് എത്ര വലിയ അസുഖമായെന്ന് പറഞ്ഞാലും കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇനിയും മുന്നോട്ട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പോവുകയാണ് എന്നൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കുക, ഇന്ന് കർത്താവിന്റെ കൃപയാൽ അന്ന് 2017 ശേഷം 2018 കർത്താവ് എനിക്കൊരു തുണയെ തന്നു. ഇന്ന് 5 വർഷങ്ങളായി ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് ഒരു മോനുണ്ട്. മോന്റെ പേര് റെയ്നാഡ് എന്നാണ്. വൈഫിന്റെ പേര് റിയ എന്നാണ്. എന്റെ അമ്മ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളിപ്പോ നാട്ടിലാണ് ഉള്ളത്, ആറാന്തിയിലാണുള്ളത്. പൂർണ്ണമായിട്ട് ആ വിഷയത്തിൽ ഒരു വിടുതൽ കർത്താവ് എനിക്ക് തന്നു. അതിലൂടെ ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ കർത്താവുമായിട്ട് അധികം അടുക്കുവാനിടയായി തീർന്നു. ഒരു വ്യക്തിപരമായ ഒരു ബന്ധം കർത്താവ് എനിക്ക് ആ വിഷയത്തിലൂടെ നൽകി തരുവാനിടയായി തീർന്നു. ഞാനത് കഴിഞ്ഞ് ചെയ്ത ഒരു കാര്യമുണ്ട്. കർത്താവ് എനിക്ക് ഒരു ദിവസം എന്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് തന്ന ഒരു ബോധ്യമാണ്, നിന്റെ ഈ സാക്ഷ്യം നീ യൂട്യൂബിൽ പങ്കുവെക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് രോഗിയായിരുന്നപ്പോ ഞാൻ യൂട്യൂബിൽ എല്ലാം കയറി നോക്കുന്ന ഒരു കാര്യമുണ്ട്. കമന്റ് സെക്ഷനിലാണ് മെയിനായിട്ട് നോക്കുന്നത്. ആരെങ്കിലും നെഗറ്റീവ് ആയവരുണ്ടോ? എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെയ്ത അന്ന് രാത്രി തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 10-50 വീഡിയോയുടെ കമന്റ് ബോക്സിനകത്ത്, അതായത് ഇത്രയും ചെയ്യത്തുള്ളൂ, സെർച്ച് ബോക്സിൽ പോയിട്ട് നോക്കും, ഹെപ്പറ്റൈറ്റിസ് ബി ക്യൂർ, ഹെപ്പറ്റൈറ്റിസ് ബി ട്രീറ്റ്മെന്റ്, ഹെപ്പറ്റൈറ്റിസ് ബി കോസ്. ഇതൊക്കെയാണ് സാധാരണ ഒരു ഹെപ്പറ്റൈറ്റിസ് വരുന്ന ഒരു വ്യക്തി അടിച്ചു നോക്കുന്നത്. അത് ഞാൻ ടൈപ്പ് ചെയ്യും. ആദ്യം വരുന്ന 10-20 സെർച്ച് റിസൾട്ടുകളുടെ കമന്റ് ബോക്സിനകത്ത് ഞാൻ ഇത്ര എഴുതും, ഹെപ്പറ്റൈറ്റിസ് ബി 4 crores ആൻഡ് എബോ, ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയിൽ നിന്ന് യേശു എന്നെ സൗഖ്യമാക്കി. 2 വാക്ക് എഴുതുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്നും ആ കമന്റ്സിന് വരുന്ന റെസ്പോൺസുകളുടെ എണ്ണം ഭയങ്കരമാണ്. ഒരുപക്ഷെ അതുവഴിയാണ് ഞാൻ മീഡിയ മിനിസ്ട്രിയിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള പേഷ്യൻസ് കമന്റ് സെക്ഷൻ വഴി എന്നോട് സംസാരിക്കാൻ വരികയും അവരോട് സുവിശേഷം പങ്കുവെക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരൊക്കെ സൗഖ്യമാവുന്നത് കാണാനും കർത്താവിന് കൃപ. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതൊരു പ്രോസസ്സാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ പിറുപിറുക്കാതെ കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് തുടരാൻ കഴിയുമെങ്കിൽ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അത്ഭുതങ്ങളെ ചെയ്യും മാത്രമല്ല, നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, ആ അനുഗ്രഹത്തിലൂടെ, ആ വിടുതലിലൂടെ, ആ അത്ഭുതത്തിലൂടെ അനേകരുടെ ജീവിതത്തിൽ അതൊരു അത്ഭുതമാക്കി തീർക്കാനും കർത്താവിന് കഴിയും. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഔട്ട്സൈഡ് ഇന്ത്യ, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് പോലും ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഇത് സൗഖ്യമായത്. കാരണം ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തിക്ക് അറിയാം 4 crore എന്ന കൗണ്ട് ഒരിക്കലും അത് സൗഖ്യമാകാൻ പറ്റുന്നതല്ല, അത് മെഡിക്കലി പോസിബിൾ അല്ല. പക്ഷേ
ഇതെങ്ങനെ സൗഖ്യമായെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് സുവിശേഷത്തെ പങ്കുവെക്കാൻ. അങ്ങനെ അനേകരോട് അങ്ങനെ സുവിശേഷം പങ്കുവെക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും എന്റെ കല്യാണത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്. വിവാഹം നടക്കുന്നില്ല. 33 വയസ്സ് വരെ ഇങ്ങനെ പോയി. അപ്പോ ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. നീ ഇനി ഇങ്ങനെ വാഗ്ദത്തം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇതൊന്നും ശരിയല്ല. ഒരു കല്യാണം ആലോചിച്ചിട്ട് നീ കല്യാണം കഴിക്കേ. ഇനിയിപ്പോ അത് ഒത്തിരി കാര്യങ്ങളൊന്നും നോക്കൊന്നും വേണ്ട. ഏതെങ്കിലും നല്ലൊരു ആലോചന വരുമ്പോൾ നീ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിന്റെ തോന്നലാടാ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു നീ പറയുന്ന പോലുള്ള കാര്യങ്ങൾ നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് അങ്ങനത്തെ പെണ്ണിനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. പറഞ്ഞത് മനുഷ്യനല്ല, പറഞ്ഞത് ദൈവം. കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്റെ ലൈഫിൽ വരാൻ പോകുന്ന പെൺകുട്ടി ഇന്ന പോലെ ആയിരിക്കും. ഞാൻ പെർഫെക്റ്റ്ലി വിശ്വസിക്കുന്ന വ്യക്തി. കർത്താവിന് യോഹന്നാനിൽ അങ്ങനെ ഒരു വചനമുണ്ട്. ദൈവത്തിന് ഒരു ഹിതമുണ്ട്. നമ്മളെ പറ്റിയൊക്കെ ഒരു 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 ഹിതമുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ആവണം, എന്തൊക്കെ നമ്മൾ ആയിത്തീരണമെന്നും നമ്മുടെ ലൈഫിൽ ആരായിരിക്കണം നമ്മുടെ തുണയെന്നും ഒക്കെ ദൈവത്തിന് ഒരു പൂർണ്ണ ഹിതമുണ്ട്. ഞാൻ ആഗ്രഹിച്ച കാര്യമാണ്, കർത്താവ് നീ എന്നോട് സംസാരിക്കാതെ, ഇതാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് നീ എന്നോട് പറയാതെ ഞാൻ വിവാഹം കഴിക്കത്തില്ല. അതും നീ എന്നോട് പറഞ്ഞതുപോലത്തെ പെൺകുട്ടി തന്നെ ആയിരിക്കണം. ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുക. ഒത്തിരി സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ എയർഫോഴ്സിലായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒത്തിരി ഒറ്റപ്പെടലുകളും ഒക്കെ ഞാൻ അനുഭവിച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും കോംപ്രമൈസിന് തയ്യാറായില്ല. കൃപയാണത്, നമ്മുടെ കഴിവായിട്ട് ഞാൻ പറയുകയല്ല. കൃപയാൽ ഒന്നിന് കോംപ്രമൈസ്, ഒത്തിരി ഓഫറുകളൊക്കെ എനിക്ക് വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി നിൽക്കും, എനിക്ക് ഉറപ്പാണ് അത് നടക്കുമെന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് എല്ലാം കല്യാണം കഴിച്ചു പോവുകയാണ്. അപ്പോ അവസാനമായിട്ട് ഒരു 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 എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അവന്റെയും കല്യാണം കഴിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ അവസാന പിടിവള്ളി ആയിരുന്നു, അതും പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കൈ വിട്ടാൽ ഞാൻ കാലേ കയറി തൂങ്ങി കിടക്കുന്നു. ഞാൻ വാസ്തവമായിട്ട് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ കൈ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാലെടുത്ത് പൊക്കി വെച്ച് തൂങ്ങി കിടക്കും. പക്ഷെ എനിക്കത് വേണം, കർത്താവിന്റെ ഹിതം എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞു. 2018 ജൂലൈയില് ഇപ്പോ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ ഭാര്യയുടെ പെൺകുട്ടിയുടെ വിവാഹാലോചന എനിക്ക് വരിക. 2015 ഈ വിവാഹാലോചന എനിക്ക് നേരത്തെ വന്നതാ. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഈ ഒരു കാര്യത്തിന് എനിക്കൊരു ഗൈഡൻസ് കിട്ടിയില്ല. കർത്താവ് എന്നോട് ഇടപെട്ടില്ല. അതിനകത്ത് യെസും നോയും എനിക്ക് കിട്ടുന്നില്ല. കർത്താവ് ന്യൂട്രൽ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്നും അല്ലായിരിക്കും കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരുന്ന തുണയെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുക. പക്ഷെ 2018 സംഭവിച്ച കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഈ അപ്പോയിന്റഡ് ടൈം ഓഫ് ഗോഡ് എന്ന വിഷയത്തെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ദൈവത്തിന്റെ സമയം, അതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇതേ സമയം തന്നെ ഈ എന്റെ ഭാര്യ, അല്ലെങ്കിൽ അന്നത്തെ ആ പെൺകുട്ടി, അവള് ഞാൻ ഏത് വചനമാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വചനം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ എനിക്കൊരു കണക്ഷൻ തോന്നി. പക്ഷെ ഞാൻ വിചാരിച്ചു അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ്. ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് അന്ന് വരെ ഈ വിഷയത്തിൽ ഇടപെടാത്ത കാര്യങ്ങൾ കർത്താവിനോട് ഇടപെടാൻ തുടങ്ങി. എനിക്ക് ഉറപ്പായി ഇത് കർത്താവിന്റെ ഒരു പദ്ധതിയാണെന്ന്. എന്നിട്ടും എനിക്ക് സമാധാനം വന്നില്ല. ദേവദാസന്മാര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് പറഞ്ഞു. ഒരു രാത്രിയിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് 100% കൺഫർമേഷൻ പ്രാപിച്ചു. കാരണം അങ്ങനെ ഒന്നും ഞാൻ സമ്മതിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം എനിക്ക് അതുപോലെ ഉറപ്പാണ്. കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു തീരുമാനമായി, അല്ലെ, നമ്മുടെ കൂടെ ജീവിക്കാനുള്ള, ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ആളാണ്. അപ്പൊ എനിക്ക് അതുപോലെ ഒരു 100% കൺഫർമേഷൻ കിട്ടിയപ്പോഴാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. ഞാൻ ഇതൊക്കെ ഇത്രയും വിസ്തരിച്ച് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അന്ന് അങ്ങനെ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ഈ 5 വർഷമായി ഞങ്ങളിപ്പോ വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹ ജീവിതത്തിന് ശേഷം
ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പൂർണ്ണത, പെർഫെക്റ്റ് വില്ലിനകത്ത് എപ്പോഴും ഒരു പൂർണ്ണതയുണ്ട്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ അതിനകത്തൊരു പെർഫെക്ഷൻ ഉണ്ട്. ഞങ്ങൾക്കൊരു പ്രധാന കൃപയാൽ ഒരു ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് പോകാനും ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഒത്തിരി ദാവൂദ് ഇബ്രാഹിമിനും ബില്ലാദിനും ഫാമിലി ഉണ്ട് അല്ലെ. ഫാമിലി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഫാമിലി ഉണ്ടായിട്ട് കാര്യമില്ല, ഫാമിലി ആയിരിക്കണം. കർത്താവ് കൂട്ടി യോജിപ്പിക്കുമെങ്കിൽ, ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാമെങ്കിൽ, കർത്താവിന്റെ ഹിതം പൂർണ്ണമായി മനസ്സിലാക്കി ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാമെങ്കിൽ അതിനകത്ത് പൂർണ്ണതയുണ്ട്. പൂർണ്ണത അതിനകത്ത് വെളിപ്പെടും. അങ്ങനെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കർത്താവിന്റെ കൃപയാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ചുരുക്കിയാണ്, ഞാൻ മുന്നോട്ട് പോയി ജീവിച്ച് 2022 എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആകാനിടെ. അപ്പൊ ഞാൻ എയർഫോഴ്സിൽ HR വർക്ക് ചെയ്തത്. ഈ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ കോർപ്പറേറ്റ് HR വർക്ക് ചെയ്യുക എന്നുള്ളത്. ഒരു സമയത്തുണ്ടായിരുന്ന എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കോർപ്പറേറ്റ് HR. ഞാനവിടെ HR എനിക്ക് ഭയങ്കര ഒരു പാഷനാണ്. HR ശരിക്കും എയർഫോഴ്സ് റിക്രൂട്ട്മെന്റിന്റെ ഡിജിറ്റലൈസേഷന്റെ സമയത്തൊക്കെ അതിനകത്ത് സ്വിച്ചിങ് ടൈമിലൊക്കെ അതിന്റെ ഒരു പാർട്ടായിട്ട് ഇരിക്കാനും ഒക്കെ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ഇന്നോവേഷൻസ്, ഡിജിറ്റലൈസേഷന്റെ ഇന്നോവേഷൻ ടീമിലൊക്കെ വർക്ക് ചെയ്യാനും ഒക്കെ കർത്താവിനെ സഹായിച്ചത് കൊണ്ട് അതിന്റെ ഒരു പാഷൻ, ഒരു ഇഷ്ടം കൊണ്ട് ശരിക്കും കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ 2022 എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, മിനിസ്റ്റർ ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർത്തത് ജോലിയോടുകൂടി മിനിസ്റ്റർ ചെയ്യാം, എന്തെങ്കിലും കർത്താവ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫുൾ ടൈം മിനിസ്റ്ററിക്ക് വേണ്ടി ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വന്ന് ഞാൻ ഓർത്തു, അടുത്ത് എവിടെയെങ്കിലും കോട്ടയം ഭാഗത്തൊക്കെ എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടായിരുന്നെ നല്ലതായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പലയിടത്ത് അപ്ലൈ ചെയ്ത സമയത്താണ് ഒരു നല്ല കമ്പനിയിൽ, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ഇവിടെ പാലാ എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ പണിത, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ മേജർ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു വലിയ കമ്പനിയുടെ HR മാനേജറായിട്ട് എനിക്ക് ജോലി ലഭിക്കാം. ഹെഡ് ഓഫ് HR ആയിട്ടാണ് ജോലി ലഭിച്ചത്. നല്ല സാലറി ഉണ്ട്. നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സാലറി അവരെനിക്ക് ഓഫർ ചെയ്തു. 2023 ജനുവരി 31 എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. ഞാൻ ആ ഓഫർ ലെറ്റർ മേടിച്ചു. ഫെബ്രുവരി 8 ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. സേഫ്റ്റി ഓഫീസേഴ്സ് എല്ലാം നമ്മുടെ അണ്ടറിലാണ്. നല്ല മാനേജ്മെന്റ്, നല്ല കമ്പനി, എല്ലാം കൊണ്ടും ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജോലി. ഞാൻ ജനുവരി 30 സംഭവം. ജനുവരി 30 ഞാൻ ആ ഓഫർ ലെറ്ററുമായിട്ട് കോട്ടയത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് റാന്നിയിലേക്ക് വരിക. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വരുന്നത്. കാരണം ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജോലി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിക്കുകയും ചെയ്യും. എനിക്ക് ഒരു സന്തോഷവും വരുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ എനിക്ക് സന്തോഷം വരാത്തത്. ഞാൻ വീട്ടിലേക്ക് വരുന്നു, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും, എന്റെ കൂട്ടുകാരൊക്കെ അറിഞ്ഞു ഞാൻ ഇതുപോലെ ജോലിയൊക്കെ റെഡിയായി കോട്ടയത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ വീട് തപ്പാൻ തുടങ്ങുന്നു, ഭയങ്കര കാര്യങ്ങളൊക്കെ. പക്ഷെ അന്ന് രാത്രി എനിക്ക് എന്ത് ചെയ്ത ഉറക്കം വരുത്തി, ഞാൻ തിരിഞ്ഞും കിടക്കുക, ഒന്നും മനസ്സിലാവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ ഞാൻ അതിനു മുമ്പ് ഞാൻ ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചപ്പോ എനിക്ക് കിട്ടിയ ഭാഗം എന്ന് പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്നാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ്. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കുമെന്ന് വായിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമ്മളത് അതിന്റെ ശരിയായ അർത്ഥത്തിലൊന്നും എടുക്കുന്നില്ല, നമ്മളങ്ങ് പോവാ. ഞാൻ പിറ്റേ ദിവസം ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ചു വന്ന് 8 എനിക്ക് ജോയിൻ ചെയ്യണം. 30 രാത്രി കിടന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. 31 രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ കർത്താവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു, മോനെ നിന്റെ പരിപാടി ഇതല്ല, നിന്റെ പരിപാടി മനുഷ്യനെ പിടിക്കുന്ന പരിപാടിയാ. അത് എന്നോട് ഇടപെട്ടത് പല രീതിയിൽ കൂടെയാണ്. അത് ചില കാര്യങ്ങൾ നമ്മളോട് ആത്മാവിലോട് ഇടപെടുമ്പോൾ നമുക്കത് ഭയങ്കര ബോധ്യം, എനിക്കത് വ്യക്തമായ ബോധ്യമായിരുന്നു. ഞാനൊരു ഓഡിബിൾ വോയിസ് പോലെ ഞാനത് കേട്ടു. അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു പറഞ്ഞു, എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ ജോയിൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം എന്റെ അകത്തുണ്ടായിരുന്നു, ഇനി എന്ത്? നമുക്ക് മാനുഷികമായ ചിന്തകളുണ്ട്, എങ്ങനെ കുഞ്ഞിനെ വളർത്തണം, മുന്നോട്ടുള്ള കാര്യങ്ങളുണ്ട്, ജീവിക്കണം, മിനിസ്റ്റർ ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷെ എന്ത് മിനിസ്ട്രി, എങ്ങനെ ചെയ്യണം? എനിക്ക് ഒരു സഭ പാസ്റ്റർ ആയിരിക്കാനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ ആത്മാക്കളെ നേടണമെന്ന് ഭയങ്കര ആഗ്രഹം, ഒരു ആത്മഭാരം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അന്ന് വൈകിട്ട് തന്നെ
ദൈവത്തിന്റെ പദ്ധതികളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഡൽഹിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന, ഡൽഹിയിൽ ഞാൻ ഭാഗമായിരുന്ന എന്റെ ചർച്ചിന്റെ പാസ്റ്റർ അന്ന് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് വൈകിട്ട് വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഒരു മിനിസ്ട്രി ഉണ്ട്, അതൊരു ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു റെസ്യൂം അയച്ചതാ, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ റെസ്യൂം അയച്ചു കൊടുത്തു. ആ മിനിസ്ട്രിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. അത് എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അതിന്റെ പേര് ഞാൻ പൊതുവായിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷെ അതൊരു അമേരിക്കൻ ബേസ്ഡ് ഒരു ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രിയാണ്. പാസ്റ്റർ പറഞ്ഞിരുന്നു അതൊരു പ്രത്യേക നിലവാരത്തിലുള്ള മിനിസ്ട്രി ആണെന്ന് പറഞ്ഞു. ഇതാണ് അത് ചെയ്യുന്നത്. ഇപ്പോ യുവാക്കളുടെ ഇടയിൽ 18 മുതൽ 23 വയസ്സ് വരെയുള്ള യുവാക്കളുടെ ഇടയിലാണ് ഈ മിനിസ്ട്രി നടക്കുന്നത്. അഡ്വർടൈസ്മെന്റുകൾ പോലെ ചില കാര്യങ്ങൾ ഫേസ്ബുക്കിലേക്കും ടെലഗ്രാമിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഒക്കെ ഇട്ടിട്ട് അതുവഴി യുവാക്കള് സംസാരിക്കാൻ നമ്മുടെ അടുത്തേക്ക് വരും. അവരോട് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പതുക്കെ സുവിശേഷത്തിലേക്ക് എത്തിച്ച് അവരെ അടുത്തുള്ള സഭയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ തന്നെ 50 ലക്ഷം യുവാക്കളുടെ ഇടയിലേക്ക് ഈ മിനിസ്ട്രി എത്തിച്ചേർന്നു. റീച്ചാണ് ഞാൻ പറയുന്നത്. 50 ലക്ഷം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തി. ആ മിനിസ്ട്രിയിൽ കൂടെ രക്ഷിക്കപ്പെടുന്ന വ്യക്തികളുടെ എണ്ണം അധികമാണ്. കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ 2023 ഞാൻ മാർച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്. ഏകദേശം 8 പേർ, ആദ്യമായിട്ട് യേശു എന്ന് കേൾക്കുന്ന 8 പേർ ദൈവസഭയുടെ ഭാഗമായി തീരാനിടയായത്. ഇപ്പോ സുവിശേഷത്തിന്റെ വാതുകൾ എല്ലായിടത്തും പൊട്ടി അടയ്ക്കപ്പെടുക. എങ്ങോട്ടും സുവിശേഷം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും. ആ സാഹചര്യത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ആ ഗ്രാമത്തിനകത്തല്ല കയറുന്നത്, ആ വ്യക്തിയുടെ ബെഡ്റൂമിനകത്ത് കയറി സുവിശേഷം പറയാൻ കർത്താവ് വഴിയൊരുക്കുന്നു. ശരിക്കും ഫിലിപ്പോസിനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇതാണ്. നിർജ്ജന പ്രദേശത്ത് അദ്ദേഹം പോയി ആ ഷണ്ണനോട് പറയുകയാണ്. 53 വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പോ ഈ മിനിസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ സ്റ്റേജ് ഇല്ല, മൈക്കില്ല, വീഡിയോ ഇല്ല, ആരും കാണാനില്ല. പക്ഷേ ഇതിനകത്തുകൂടെ നമുക്ക് ആത്മാക്കളെ നേടാനുള്ള വലിയൊരു സാധ്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, മീഡിയ മിനിസ്ട്രിയുടെ പ്രത്യേകത. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്പീക്കർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ക്യാമ്പസ് മിനിസ്ട്രി അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇടയിലുള്ള മിനിസ്ട്രിയുടെ പ്രാധാന്യത്തെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇന്ന് അതിനോടൊപ്പം ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് മീഡിയ മിനിസ്ട്രി. നിങ്ങൾക്കറിയാം, അസാദി ചാനൽ വഴി എത്രയോ ആൾക്കാരിലേക്കാണ് ഈ സാക്ഷ്യങ്ങൾ എത്തുന്നത്. യേശുവിന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചേർക്കുക. ഈ അന്ത്യകാലത്തിൽ യഥാർത്ഥത്തിൽ മീഡിയ മിനിസ്ട്രി വലിയൊരു ടൂളാണ്. ഞാൻ ഇതിനോടൊപ്പം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. അപ്പോളജിസ്റ്റിക് മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. പ്രധാനമായി നിരീശ്വരവാദികളുടെ ഇടയിലും മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലുമാണ് മീഡിയ വഴി സുവിശേഷം എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒന്ന് പ്രബോധിപ്പിച്ചു, എൻകറേജ് ചെയ്ത് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് സഭകൾക്കകത്ത് ശുശ്രൂഷിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. 5 ഫൈവ്-ഫോൾഡ് മിനിസ്ട്രിക്ക് അകത്തുള്ള പാസ്റ്റേഴ്സ് ഉണ്ട്, അപ്പോസ്റ്റൽസ് ഉണ്ട്, പ്രൊഫറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഈ അവസാനത്തെ സുവിശേഷകന്മാർ എന്ന് കുറഞ്ഞു വരുന്ന കാലഘട്ടം. കാരണം ആരും ഞാൻ അതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഫൈവ്-ഫോൾഡ് മിനിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളെ കർത്താവ് അങ്ങനെ ഉപയോഗിക്കട്ടെ, വളരെ സന്തോഷം, കർത്താവിന് മഹത്വം. പക്ഷേ സുവിശേഷകനാകാനുള്ള ഒരു ആഗ്രഹം ഈ ദിവസങ്ങളിൽ യുവാക്കളുടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ വലിയ പ്രാർത്ഥന. ഞാനൊരു സുവിശേഷകനായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എനിക്ക് ആ ഒരു ആഗ്രഹം. ആ ഒരു ഫീൽഡിൽ ആളില്ല, സ്റ്റേജും മൈക്കും ഒന്നും ഇല്ലാത്തപ്പോ, നമ്മളെ ആരും കാണാനില്ലാത്തപ്പോ, റെക്കഗ്നിഷൻ ഇല്ല. ഈ സുവിശേഷ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇവാഞ്ചലിസ്റ്റ് മിനിസ്ട്രിയിൽ പലപ്പോഴും നമുക്ക് റെക്കഗ്നിഷൻ കിട്ടാറില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആരും നമുക്ക് പ്രതിഫലം ഈ ലോകത്തിൽ തരാനില്ലാതിരിക്കുമ്പോ, നമുക്ക് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോ ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനത്തെ വ്യക്തികളെയാണ് കർത്താവ് അധികമായി വരാനിരിക്കുന്ന ലോകത്തിൽ മാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രതിഫലം
അധികമായിരിക്കും ഇങ്ങനൊരു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. കാണാതെ പോയ ആടിനെ തേടിപ്പോയ ഒരു കർത്താവിനെ നമുക്കറിയാം. സഭകൾക്ക് അകത്തും സഭകൾക്ക് പുറത്തും ശുശ്രൂഷയുണ്ട് അല്ലെ? സഭയ്ക്കകത്തുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അവിടെ ക്രിസ്തുവിൽ ഒരാളെ വളർത്തുക എന്നുള്ളതാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത്. ഇന്ന് ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ള വിഷയത്തിലേക്ക് യുവതലമുറകൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടിരിക്കും. ഞാനതിന് നിങ്ങൾക്കൊരു ഒരു എൻകറേജ്മെന്റ് തരാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. യേശു എന്ന് കേൾക്കാത്ത ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ റീച്ച് ചെയ്യാനുള്ള വലിയൊരു ടൂളാണ് മീഡിയ എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് സുവിശേഷീകരണത്തിലൂടെ ഒത്തിരി പുതിയ ആത്മാക്കളെ നേടാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ചർച്ചിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ, യേശുവിനെ അറിയാത്തവരിലേക്ക് അതെത്തിക്കുവാൻ നിങ്ങളൊന്ന് തയ്യാറാകുമെങ്കിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കാൻ ഇടയായി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയ്ക്ക് പോൾ ഗോപാലകൃഷ്ണന്റെ ആ CD കൊടുത്ത ആ വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, സുവിശേഷകനാണ്. ആ CD അമ്മയ്ക്ക് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കില്ല. ഇപ്പോ എന്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരാണ് ക്രിസ്തുവിൽ വളർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മ എന്റെ ഇപ്പോഴത്തെ പാസ്റ്ററിന്റെ കാര്യമൊക്കെ പറയും. പക്ഷെ ആ വ്യക്തിയെ പറ്റി മറന്നു. ശരിയല്ലേ? നിങ്ങളെ LKG പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? വളരെ ചുരുക്കമായിരിക്കും അല്ലെ? പക്ഷെ നിങ്ങൾ +2 പഠിപ്പിച്ച അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായി. ആദ്യം നിങ്ങൾക്ക് അക്ഷരം പറഞ്ഞു തന്ന ആ വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മ കാണില്ല. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. യേശു ആരാണ് എന്നുള്ള സുവിശേഷം വിത്തിടാൻ സഭയ്ക്ക് പുറത്ത് നമുക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി സമയം ചെലവിടാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ദാഹം നിങ്ങളുടെ അകത്ത് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുക. അതിനുള്ള വലിയൊരു ടൂൾ മീഡിയ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അതിനുള്ള വഴികളെ തുറക്കാൻ ഇടയായി. എന്റെ ചെറിയ സാക്ഷ്യം ഇതാണ്. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ വിധങ്ങളൊക്കെ ഓർത്താൽ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ഞാൻ ഇങ്ങനെ ഒന്നും ആയിത്തീരണമെന്ന് വിചാരിച്ച വ്യക്തിയല്ല. പക്ഷേ നൂറുകണക്കിന് ആൾക്കാരോട് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ വിത്തിടാൻ, യേശുവിനെ പറ്റി പറയാൻ, ആദ്യമായിട്ട് യേശു എന്ന് കേൾക്കുന്ന വ്യക്തികളോട് ചാറ്റ് വഴിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ചാറ്റ് വഴി അവരോട് യേശുവിനെ എത്തിക്കാൻ ഒത്തിരി ഭയങ്കര ടെസ്റ്റിമണീസ് ആണ് ആ മിനിസ്ട്രിയിലുള്ളത്. കഴിഞ്ഞ ദിവസം സോമു എന്നൊരു വ്യക്തി വന്നു. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു, യേശുവിനെ പറ്റി ഞാൻ കേട്ടു, യേശു യഥാർത്ഥത്തിൽ ദൈവമാണ്. ഇങ്ങനൊരു ചോദ്യം കൊണ്ടാണ് അദ്ദേഹം വന്നത്. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ അദ്ദേഹം ഞങ്ങളുടെ മിനിസ്ട്രിയിലൂടെ സംസാരിച്ച് ചിലപ്പോൾ മാസങ്ങൾ എടുക്കും ഒരാൾ വിശ്വാസത്തിലേക്ക് വരാൻ. സംസാരിച്ച് അദ്ദേഹം ഇപ്പോൾ ചർച്ചിലേക്ക് കണക്ട് ആയി. അദ്ദേഹം ഇപ്പോ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒത്തിരി നിരീശ്വരവാദികൾ, മുസ്ലിം സഹോദരങ്ങൾ, നോർത്ത് ഇന്ത്യയിലുള്ള ഒത്തിരി സഹോദരങ്ങള് വിശ്വാസത്തിലേക്ക് വരാൻ ഞങ്ങളുടെ മിനിസ്ട്രിയിലൂടെ കർത്താവ് സഹായിക്കുന്നു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്. വരും ദിവസങ്ങളിൽ ഒരു ആത്മഭാരം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. കർത്താവിനെ പരിചയപ്പെടുത്താൻ, യേശു ആരാണെന്ന് അറിയിക്കാൻ, യേശുവിനെ അറിയിക്കുക, യേശുവിൽ വളർത്തുക, സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള ശുശ്രൂഷകളുടെ വ്യത്യസ്തതയൊക്കെ മനസ്സിലാക്കി ഒരു സുവിശേഷകരായിട്ട് ഒക്കെ വളരാൻ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത്, സഭയ്ക്ക് അകത്തുള്ള ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, സഭയ്ക്ക് പുറത്തുള്ള ശുശ്രൂഷകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വരും ദിവസങ്ങളിൽ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിലകൊള്ളാം. ഈ അവസരം തന്ന പാസ്റ്ററിനുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. താങ്ക് യു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ട പീറ്റർ ബ്രദർ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും കർത്താവ് സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ പഠിച്ചത്, എന്തിനാ അഡ്മിഷൻ എടുത്തത്, ഇങ്ങനെയൊന്നും വറീഡാകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പഠിച്ചാലും എന്തിന് അഡ്മിഷൻ എടുത്താലും, ചിലർ പറയും ഡോക്ടറും എൻജിനീയറും, അത് മാത്രമല്ല, അതിലപ്പുറമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തിന് നിങ്ങൾ കാല് വെക്കുന്നുവോ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവഹിത പ്രകാരമാണ് കാല് വെക്കുന്നത്. ഞാൻ കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞു, ഈ പലരും പറയുന്നൊരു കാര്യം, എനിക്ക് ദൈവഹിതം അറിയത്തില്ല. ദൈവഹിതം അറിയത്തില്ലെന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സബ്മിസീവ് ആയാൽ മതി. നമ്മുടെ കാലിനെ ഹിതത്തിൻ്റെ വഴി കർത്താവ് കൊണ്ടുപോയിക്കോളൂ. നമ്മൾ റിബിലീസ് ആകരുത്. ഞാൻ ചർച്ചയിൽ പറഞ്ഞ കാര്യം റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കുക,
ആത്മാവ് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മെ തുണയ്ക്കും. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ദൈവഹിതം എന്താണെന്ന്. ആത്മാവ് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. അപ്പോഴും നമ്മുടെ ബുദ്ധി അബലമാണ്, നമുക്കറിയത്തില്ല വിൽ ഓഫ് ഗോഡ് എന്തുവന്ന്. പക്ഷേ ആത്മാവ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് തിന്മയ്ക്കായിട്ട് വരുന്നത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അപ്പം ദൈവഹിതം നമുക്കറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവഹിതത്തിന് വേണ്ടി സബ്മിസീവായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിന്മയെന്ന് തോന്നുന്ന വഴി പോലും ദൈവഹിതത്തിൻ്റെ നന്മയുടെ വഴിയാക്കി മാറ്റുവാൻ ആത്മാവിലുള്ള പ്രേയിങ് സ്പിരിറ്റ്, ആത്മാവിലുള്ള ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് കഴിഞ്ഞ സൺഡേ ഞാൻ ചർച്ചയിൽ പറഞ്ഞു. അപ്പം ദൈവസന്നിധി നിങ്ങൾ സബ്മിസീവ് ആകുക, ഏൽപ്പിച്ചു കൊടുക്കുക, വിശ്വസ്തരായിരിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു വലിയ മിറക്കിളായിട്ട് മാറും. വ്യത്യസ്തമാകുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. സുവിശേഷ വേലയ്ക്ക് വിളിയുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർക്കരുത് ഇനി അടുത്തത് ബൈബിൾ കോളേജിൽ പോയി തോളത്തൊരു ഈ മിഷണറി സഞ്ചിയും ഇട്ട് നമുക്കൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഈ ടൈപ്പിലാണ് സുവിശേഷ വേല. വേലയ്ക്ക് വിളിയുണ്ടെന്ന് കേട്ടാൽ ആളുകൾക്ക് പേടിയാന്ന് പറയുന്നത്. കാരണം അവരുടെ മനസ്സിൽ വരുന്നൊരു പിക്ചർ ഇതാണ്, വേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ ഇന്നാരെ പോലെ ഒരാളായി മാറുക. അല്ല, ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മിനിസ്ട്രീസ് ഉണ്ട്. പ്രത്യേകിച്ചും പുതിയ കാലഘട്ടത്തിൽ മീഡിയ മിനിസ്ട്രിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് ഞങ്ങളെയും കർത്താവ് അതിൻ്റെ പാട്ടാക്കുവാൻ കർത്താവിന് ഞങ്ങളുടെ മേൽ കൃപ തോന്നി, അത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഗ്രേസ് അല്ലേ, നമ്മളെ തിരഞ്ഞെടുത്ത് ആ ശുശ്രൂഷ ഏൽപ്പിച്ചത് കർത്താവിൻ്റെ കൃപയാണ്. കൃപ തോന്നി. ഈ ടൈമിൽ നമുക്ക് ചെല്ലാൻ പറ്റാത്ത ദേശങ്ങളിൽ അവരുടെ മടിയിൽ, അവരുടെ ബെഡ്റൂമിൽ സുവിശേഷം മീഡിയയിലൂടെ എത്തുന്നു. ആർക്കും തടയാൻ പറ്റത്തില്ല. പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളിങ്ങനെ പിക്ചേഴ്സ് കാണുമായിരുന്നു, ചില ഗ്രാമങ്ങളുടെ വെളിയിലൊക്കെ ബാനർ കെട്ടിയിരിക്കുന്നു, ഇവിടെ മിഷണറിമാർക്ക് പ്രവേശനമില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പല ഗ്രാമങ്ങളുടെ വാതിക്കലും അങ്ങനെയുള്ള ബാനറുകളുണ്ട്, മിഷണറിമാർക്ക് എൻട്രൻസ് ഇല്ല എന്ന് പറഞ്ഞ ബാനർ. പക്ഷേ മിഷണറിമാർക്ക് എൻട്രൻസ് ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ അവരുടെ വീടുകളിലൊക്കെ സുവിശേഷം ഇങ്ങനെ അങ്ങ് കടന്നു ചെല്ലുക, സിഗ്നലുകളായിട്ട് കടന്നു ചെല്ലുക, വയറുകളിലൂടെ കടന്നു ചെല്ലുക, അന്തരീക്ഷത്തിലൂടെ കടന്നു ചെല്ലുക. ഇത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പദ്ധതിയാണ്. ദൈവത്തിന് സ്തോത്രം. ആസാദി ചാനൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കൊണ്ടുവന്നു, ഇനി ഒത്തിരി സാക്ഷ്യങ്ങൾ കൊണ്ടുവരാൻ ബാക്കിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഒത്തിരി ദൈവമക്കൾ പുതിയ പുതിയ ചാനലുകൾ വരുന്നു, സാക്ഷ്യങ്ങൾ മാത്രം പറയുന്ന ചാനലുകൾ. അത് കാണുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം എന്താണെന്നറിയാം. ഞാൻ ആരോടോട് പറഞ്ഞു, വരുവീൻ നമുക്ക് ഈ ലോകത്തെ സാക്ഷ്യങ്ങൾ കൊണ്ട് നിറയ്ക്കാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഗോ ആൻഡ് വിറ്റ്നസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്നോട് ആരോ പറഞ്ഞു, പാസ്റ്ററെ ഒത്തിരി ചാനലുകൾ ഇപ്പം സാക്ഷ്യം ഉള്ളതുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, വരുവീൻ നമുക്കൊന്നിച്ച് ഈ ലോകത്തെ സാക്ഷ്യങ്ങൾ കൊണ്ട് നിറയ്ക്കാം. ഈ ലോകം മുഴുവൻ സാക്ഷ്യങ്ങൾ നിറയ്ക്കട്ടെ, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നിറയട്ടെ. കൊയ്ത്ത് വളരെയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു എൻഡ് ടൈം മിനിസ്ട്രി എന്ന് പറയുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യുക. യേശു കർത്താവ് പറഞ്ഞ ഉപമയില്ലേ, അതായത് മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വിളിക്കുന്ന ആളുകളെക്കുറിച്ച്. ഒന്നാമത്തെ നാഴികയിൽ വിളിച്ച ആൾ മുതൽ 11-ാം നാഴികയിൽ വിളിച്ച ആൾ വരെയുണ്ട്. 11-ാം നാഴികയിൽ വിളിച്ച ആൾക്ക് കൂടുതൽ കൂലി കൊടുത്തെന്ന്. അപ്പോൾ ആദ്യം മുതലേ ജോലി ചെയ്തവന് പ്രശ്നമുണ്ടായി. പക്ഷേ എന്തുകൊണ്ടാണ് 11-ാം നാഴികയിൽ വിളിച്ച ആളിന് കൂടുതൽ കൂലി കൊടുത്തത്? സിമ്പിളാണ്. കാരണം മറ്റവർ 11 നാഴിക ജോലി ചെയ്തിട്ടും തീരാത്ത പണി ഒരു നാഴിക കൊണ്ട് തീർക്കാനാണ് ഇവനെ വിളിച്ചിരിക്കുന്നത്. 11 നാഴിക കൊണ്ട് ചെയ്തിട്ട് തീരാത്ത പണി കഴിഞ്ഞ 20 നൂറ്റാണ്ട് കൊണ്ട് നമ്മളൊക്കെ പരിശ്രമിച്ചിട്ടും നടക്കാത്ത പണി തീർക്കണമെങ്കിൽ അവസാന നൂറ്റാണ്ടിൽ, അവസാന ജനറേഷനിൽ, സഭാചരിത്രത്തിൻ്റെ അവസാന ലാപ്പിൽ ഓടുന്നവർ ഉഴപ്പി ഓടിയാൽ പറ്റത്തില്ല. 20 നൂറ്റാണ്ടിലെ പണി ഒന്നിച്ച് തീർക്കണം. അതിനുള്ള കൃപ വേണം. കൊയ്ത്ത് വളരെയാണ്. നമുക്കൊന്നിച്ച് നിൽക്കാം, കർത്താവിൻ്റെ രാജ്യത്തിന് ഒരു അനുഗ്രഹമായിട്ട് നിൽക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ടെസ്റ്റിമോണി നമ്മൾ കേട്ടു. HBSAG പോസിറ്റീവായെന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം അത്ഭുതകരമായിട്ട് സൗഖ്യമാക്കി. അത് ഒരു അസാധാരണ അനുഭവമാണ്. ഇനിയും ആളുകൾ സെർച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോ ഈ ഭാഷയിലും മറ്റ് പല ഭാഷയിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സാക്ഷ്യം പബ്ലിഷ് ചെയ്യണം. മലയാളത്തിൽ മാത്രമല്ല, മറ്റ് ഭാഷകളിലൊക്കെ ഈ ടെസ്റ്റിമണി പോകട്ടെ എന്ന്
ഞാനും നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു പീറ്റർ ബ്രദർ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. എനിക്കൊന്ന് നമ്മുടെ ഷാലി എന്നുള്ള ഐഡിയയിൽ നമ്മുടെ ഷാലി കൊച്ചമ്മയാണോ? അതെ അതെ പാസ്റ്ററെ. കൊച്ചമ്മ ഒത്തിരി സന്തോഷം ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതിൽ. കൊച്ചമ്മ തന്നെ പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ പ്രത്യേകിച്ച് എനിക്കറിയാം യൂത്തിനോടൊക്കെ ഒരു വലിയ താല്പര്യമുള്ള ഒരു മിഷണറി കുടുംബമാണ്. കൊച്ചമ്മ തന്നെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്ന യേശുവേ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കരുണാസമ്പന്നനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച ഹല്ലേലൂയ അത്ഭുതകരമായ സാക്ഷ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അപ്പാ പ്രിയ മകനിലൂടെ കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ എത്രമാത്രം എൻകറേജ് ചെയ്യപ്പെട്ടു കർത്താവെ. അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്റെ മകന്റെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് ചെയ്ത അത്ഭുതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അത് ഞങ്ങൾക്കൊക്കെ ഒത്തിരി അനുഗ്രഹമാകുവാൻ തക്കവണ്ണം എന്റെ കർത്താവ് അങ്ങയുടെ മകനെ കണ്ടതിനായി സ്തോത്രം കർത്താവെ. കുടുംബമായി കൊടുത്ത നന്മകൾക്കായി സ്തോത്രം. ആ പ്രിയ മാതാവിനായി സ്തോത്രം കർത്താവെ. ആ മാതാവിനെ കഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവമേ, ഹല്ലേലൂയ, തന്റെ കുടുംബത്തെ താങ്ങി നിർത്തുവാൻ ദൈവമേ അങ്ങ് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. മാത്രമല്ല കർത്താവെ, ആ മാതാവിനെ വിശ്വാസത്തിന്റെ അടിത്തറയിട്ട ദൈവമേ, ആ വ്യക്തി ആരായിരുന്നാലും ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടെങ്കിൽ കർത്താവെ, അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു വിശ്വാസത്തിന്റെ വിത്തിട്ട ദൈവമേ ജീവിതങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ സൂം മീറ്റിംഗ് ഹല്ലേലൂയ ഇത് കണ്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഫിന്നി പാസ്റ്ററെ കുടുംബമായി അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ എത്ര സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ നാളുകളിൽ കേട്ട് കർത്താവേ. അപ്പാ, ഓ ഹല്ലേലൂയ, എത്ര സ്തുതിച്ചാലും മതിയാവില്ല അപ്പച്ചാ. എത്ര പേരെയാണ് അപ്പച്ചാ അങ്ങ് തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തത്. അതൊക്കെ കേൾക്കുവാനുള്ള ഭാഗ്യം ഈ ആസാദി ചാനൽ മൂലം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഒരു കൊറോണ ടൈമിലാണല്ലോ കർത്താവെ ഇത് തുടങ്ങിയത്. ദൈവമേ, ആ കൊറോണ പോലും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി ഞങ്ങളുടെ യേശുപ്പച്ചൻ മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളൊക്കെ ദൈവമേ സുവിശേഷത്തിന് വലിയ ചുമൽ കൊടുക്കുവാൻ തക്കോണം പ്രിയ പീറ്റർ സഹോദരൻ പറഞ്ഞതുപോലെ കർത്താവേ, ഹല്ലേലൂയ, ഈ സുവിശേഷത്തിന് ചുമൽ കൊടുക്കുവാൻ അത് ഏത് രീതിയിൽ ഞങ്ങളുടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമോ കർത്താവെ, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക. എന്റെ ദൈവമേ, എന്നെയും എന്റെ മക്കളെയും ഏൽപ്പിക്കുക അപ്പാ. അവരൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമേ. ഈ ലോകത്തിന്റെ ജോലികൾ ചെയ്ത് ഇവിടെ തന്നെ അവസാനിക്കുവാനായിട്ടല്ല, സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ കൂട്ടിവരുത്തുവാൻ കർത്താവേ ഞങ്ങളെ എല്ലാം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം. സംബന്ധിച്ചവരെയും ഇപ്പോൾ ഇതിലെ ദൈവമേ ലൈവായിരിക്കുന്നവരുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ദൈവമേ ഇതിൽ നിന്ന് ലീവായവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ സാക്ഷ്യം പറഞ്ഞ മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണം. ഫിന്നി പാസ്റ്ററേയും കുടുംബത്തെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ദൈവമേ, അടിയനും കർത്താവെ ഇങ്ങനെയൊന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിപ്പാനും എന്റെ കർത്താവ് സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ദൈവമേ, എല്ലാ മഹത്വം അങ്ങേക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക്. സകലവും ഞങ്ങൾക്ക് ആ ജീവനെ തന്ന ഞങ്ങളുടെ അരുമരക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസക്കാവൽ നാം എല്ലാവരുടെ പേരിലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച കർത്താവിൻ്റെ ദാസൻ പീറ്റർ ജേക്കബിൻ്റെ മേൽ, കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ, താങ്ക് യു. ഇത്രയും സമയം നമ്മളോടൊപ്പം കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച കർത്താവിൻ്റെ ദാസൻ പീറ്റർ ജേക്കബ്, ഇവാഞ്ചലിസ്റ്റ് പീറ്റർ ജേക്കബിനോടുള്ള ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. കുടുംബമായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ യുവാടെ എല്ലാ മെമ്പേഴ്സിനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.